മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം മുതൽ, അല്ല ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ മനുഷ്യ സൃഷ്ടിക്ക് മുമ്പുള്ള വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ യൂദ ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ യൂദ തെളിയിച്ചു. ഒരു വാക്യം വായിച്ചേ, 6-ാം വാക്യം. 6 മൈക്ക് കൂടെ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങല കെട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതലാണ് യൂദ എഴുതിയിരിക്കുന്നത്. ഇനി യൂദയെ പറ്റി ചിലർക്ക് തർക്കമുണ്ട്. ദൈവമക്കളാകുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, ഇത് തൂങ്ങിച്ചത്ത യൂദ അല്ലല്ലോ. ഇത് യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ. 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അപ്പോൾ തെളിച്ച് കുറച്ച് വേദഭാഗം കൂടെ ചേർത്ത് പഠിച്ചാൽ ക്രിസ്തുയേശുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ. ഇത് പെന്തിക്കോസുകാരില്ലെങ്കിൽ വേദപുസ്തകം പഠിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. നിങ്ങൾക്ക് ഇത് തന്നെയല്ല, വേറെ പോയിന്റ് അറിയാം. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. അപ്പം നിങ്ങളെ ഉന്നം വെച്ചല്ല ഈ കൂടുതലും പറയുന്നത്, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ ക്രിസ്തുയേശുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ എന്ന് പറഞ്ഞാൽ അമ്മ ഒന്ന്, ജനനം 2 വിധത്തില. ഏത്? യേശുവിന്റെ ജനനവും ഈ ലേഖനം എഴുതിയ യൂദയുടെ ജനനവും 2 വിധത്തില. ഇത് അധികം വിസ്തരിക്കണ്ട. യേശു ക്രിസ്തുവിന്റെ ജനനം, ആമേൻ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ഗബ്രിയേൽ മാലാഖവെന്ന് പറഞ്ഞു. ഈ 2 ശക്തികൾ നിന്റെ ഉദരത്തിൽ സമ്മേളിക്കുമ്പോൾ ഒരു പുരുഷപ്രജ ഒരു ഭാഗം ഉടലെടുക്കും. ആ പുരുഷപ്രജയുടെ വിശേഷത മത്തായി എഴുതിയിരിക്കുന്നത്, അവിടുന്ന് മാനവജനത അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവരെന്ന് യേശുവെന്ന് പേരിടണം. ഇന്ന് പ്രാരംഭ സമയം ഓർപ്പിക്കട്ടെ, പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിവുള്ള ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. പാപത്തെ പരിഹരിക്കുവാൻ കഴിവുള്ള ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. പാപത്തിന്റെ മേൽ ജയം തരുവാൻ കഴിവുള്ള ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തി പാപികളായി തീർന്നപ്പോൾ പാപികളാകുന്ന മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ പാപമില്ലാത്ത പരമവിശുദ്ധനായ ദൈവം ജഡാവതാരമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിന്റെ മരണത്തോളം അനുസരണമുള്ളവനായി നമുക്ക് വേണ്ടി ജീവനെ തന്ന നസറയനാകുന്ന യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് രക്ഷ. അപ്പോൾ ക്രിസ്തുയേശുവിന്റെ ജനനം ഈ വിധത്തില. വചനം ജഡമായി തീർന്നു. എനിക്ക് ഇന്ന് പാടാൻ ബുദ്ധിമുട്ടുണ്ട്, തൊണ്ടയ്ക്ക് പ്രയാസമുണ്ട്, തലയ്ക്ക് വെട്ടലുണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക രോഗവിവരം പറയാൻ വന്നതാണോ എന്ന്. അല്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്. എന്നാലും 2 ശീല പാടാം. ജോസ് ഇന്നും കളർ ഷർട്ടാന്നല്ലോ ഇട്ടത്. ജോസിനോട് ഇന്നാളും ഞാൻ പറഞ്ഞത് ഒരു ശുശ്രൂഷയ്ക്ക് വരും പേര് വെള്ള ഷർട്ട് ഇല്ലേ? ഓ, കുഴപ്പമാ. ഓ, ആ തള്ളക്ക് ഇഷ്ടമല്ല. നാളെ കാണുമോ? കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനേ. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനേ. സുരക്ഷകൻ ഇവൻ താനേ, ഇവനെ
வந்தானே. ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ജനനം ഈ വിധത്തില്ല. എന്നാൽ യൂദയുടെ ജനനം വ്യത്യസ്തമായിട്ട് നമുക്കറിയാം. അപ്പോൾ അമ്മ ഒന്നാണ്, ജനനം രണ്ട് വിധത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശുവിനെ പ്രസവിച്ച് അനന്തരം ഈ അമ്മ വീണ്ടും പ്രസവിച്ചു. അമ്മയ്ക്ക് വേറെ മക്കളുണ്ട്, തെളിവുകൾ ബൈബിളിലുണ്ടല്ലോ. അതുകൊണ്ട് വചനം പഠിക്കുന്ന വേർപെട്ട ദൈവമക്കൾ മറിയത്തെ നിത്യകന്യകയായി ആരാധിക്കാത്തതും അംഗീകരിക്കാത്തതും. മറിയം നല്ല സ്ത്രീയാണ്, നല്ലൊരമ്മയാണ്, മാന്യവനിതയാണ്, അംഗീകരിക്കപ്പെട്ട ബഹുമാനിക്കപ്പെട്ട കൃപ ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ടത് അമ്മയാ. പക്ഷേ നിത്യകന്യകയല്ല. അതുകൊണ്ട് അത് അമ്മയോട് എതിരോ ഉടക്കോ ഒന്നും ഉണ്ടായിട്ടല്ല. അമ്മ നിത്യകന്യകയല്ല. അത് നമ്മുടെ വിഷയമല്ലല്ലോ അത്. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി. അപ്പോൾ ഈ യൂദ ക്രിസ്തുവേശുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ, ആ യൂദയാണ് ലേഖനം എഴുതിയത്. ഓർപ്പിച്ചല്ലോ, ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ യൂദ ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് 6-ാം വാക്യം. ഒന്നുകൂടെ വായിച്ചു. 6, ദൂതലോകത്തെ വിഷയം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചു. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ യൂദ തുടങ്ങിയിരിക്കുക. ഈ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ, ഇത് തർക്കമുള്ള വാക്യമാണ്. മിക്ക വാക്യങ്ങളും തർക്കമാണല്ലോ. ഇനി തർക്കിക്കാൻ വാക്യം വേണമെന്നുമില്ല, ചുമ്മാതെയും തർക്കിക്കാം. അപ്പോൾ ഇത് തർക്കം നടക്കുന്ന വാക്യമാണ്. ദൂതലോകം, ഈ ദൂതന്മാരെ പറ്റി പല അഭിപ്രായങ്ങളുണ്ട്. എഗസ്കേൽ പ്രവചനം 28-ാം അധ്യായവും യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലെ വാക്യപ്രകാരം ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച ദൂതന്മാർ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതെ, മേഘോന്നതങ്ങൾക്ക് മീതെ, ഉത്തരദിക്കിന്റെ സമാഗമ പർവ്വതത്തിൽ ഇരുന്നരുളും വാഴും കയറും എന്നൊക്കെ ചിന്തിച്ച് ഹൃദയം സാഹസം കൊണ്ട് നിറഞ്ഞപ്പോൾ ആ ദൂതന്മാരെ വെട്ടി അവരെ താഴേക്ക് വിട്ടു. ആ ദൂതന്മാരാ ഇതെന്ന ചിലരുടെ വാദം. എന്നാൽ വേറെ ചിലരെ അഭിപ്രായപ്പെടുന്നത്, സർവജ്ഞനായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് ആ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി തക്കതായ തുണയെ ദൈവം ഗാഠനത്തിന് വരുത്തി വാരിയല്ലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചു കൊടുത്ത് ഒരു തോട്ടമൊക്കെ ദൈവം ഉണ്ടാക്കി തോട്ടത്തിൽ വരെ പാർപ്പിച്ച് പ്രധാനമായി 2-3-4 കൽപ്പനയൊക്കെ കൊടുത്ത് അതിൽ പ്രധാനപ്പെട്ട ഒരു കൽപ്പന തോട്ടം കാക്കണം. കാത്തില്ല, അതുകൊണ്ട് പാമ്പ് കയറി പാപം ചെയ്യിപ്പിച്ചു. ഇങ്ങനെ പാപം ചെയ്തവര് ഭയവും മരണവും ഭീതിയുമൊക്കെ മരത്തിന് മറഞ്ഞിരുന്ന് ദൈവം തമ്പുരാൻ വന്നപ്പോൾ ഒളിച്ചിരുന്ന് ഒടുവിൽ ദൈവം ഇവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ധരിപ്പിച്ച് ബോധ്യപ്പെടുത്തി പാപം ചെയ്ത ഇവരെ തോട്ടത്തിന് വെളിയിലാക്കി. ആ തോട്ടത്തിന്റെ വാതിക്കൽ മിന്നുന്ന ജ്വാലകളുള്ള വാളുമായി കെറൂബുകളെ നിർത്തി. ആദമും ഹവ്വയും ആ തോട്ടത്തിന് വെളിയിൽ പോയി ജീവിതം വീണ്ടും ആരംഭിച്ച് ഈ കാവൽ ചെയ്ത ദൂതന്മാർ, കാവൽ നിന്ന ദൂതന്മാർ, അത് തർക്കമുള്ള വാക്യമാ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരും എന്നുള്ള പ്രയോഗ പ്രകാരം ഇവിടെ കാവൽ നിന്ന ദൂതന്മാർ മനുഷ്യരുമായിട്ട് ഇടപഴകി അങ്ങനെ ഒരു പ്രത്യേക ജനത പൂജാതരായെന്നും ഇങ്ങനെ പാപം ചെയ്ത ആ ദൂതന്മാരെ ദൈവം പിടിച്ചു കെട്ടി ചങ്ങലക്കെട്ടി ബന്ധിച്ച് ഇവരെ ന്യായവിധിക്കായി ശിക്ഷാവിധിക്കായിട്ട് കാക്കുന്നെന്നും
ഏദൻ തോട്ടത്തെ ദൈവം കീഴ്മേൽ മറച്ചെന്നും ആ ഒഴുകിയ നദിയിലെ ഒരു നദി നാലായിട്ട് രണ്ടെണ്ണം അടിയിൽ കൂടെ ഒഴുകുന്നെന്നും രണ്ടെണ്ണം ഇപ്പം മുകളിൽ കൂടെ പോകുന്നെന്നും ഒക്കെ വാദവും തർക്കവും പഠനവുമാണ്. ഒരു മൂളിയെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തർക്കമുള്ള വിഷയമാണ്. അപ്പൊ രണ്ടഭിപ്രായമാണ്. ഒന്ന്, യെഹെസ്കേൽ 28, യെശയ്യാ 14 പറയുന്ന ദൂതന്മാരാണ് ഈ ദൂതന്മാരെന്നും, അതല്ല, കാവൽ നിർത്തിയ ദൂതന്മാർ മനുഷ്യരുമായിട്ട് ഇടപെട്ടപ്പോൾ ആ ദൂതന്മാരെ പിടിച്ച് ബന്ധിച്ചെന്ന് വേറൊരു ഭാഗം. എന്തുമാകട്ടെ, നമ്മളിപ്പോൾ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. തർക്കം നമുക്കില്ലല്ലോ. അങ്ങനെയാണെന്നല്ല പുസ്തകത്തിൻ്റെ വാക്യം. പത്രോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന പുസ്തകത്തിൽ പ്രമാണം. തർക്കിക്കാൻ പ്രമാണമില്ല. എന്തായാലും നമ്മൾ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. ദൂതലോകത്തെ വിഷയം മുതലാണ് യൂദ എഴുതിയിരിക്കുന്നത്. വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലകിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇനി അതിൽ ഒരു ചിന്തയും കൂടെ പറയാം. ദൈവത്തിന്റെ ആയുധപുരയിൽ പല വിധത്തിലുള്ള ആയുധമുണ്ട്. ഇവിടെ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ സമ്പ്രദായങ്ങളുണ്ട്, അവരെ കാക്കുവാനായിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ട്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോൾ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുക പതിവുണ്ട്. ഓരോ രീതികളാണ്. ഇവിടെ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം പിടിച്ച് ബന്ധിച്ചു. ആ ബന്ധിച്ചത് എന്തോ ബന്ധനമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അന്ധകാരത്തിന് കീഴിൽ, ഒന്നുകൂടെ വായിച്ചു 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ. അപ്പൊ ഇതിനെപ്പറ്റി പറയുന്നത് ഈ ചങ്ങല അന്ധകാരത്തിന്റെ ചങ്ങലയാ, അന്ധകാര ചങ്ങല. അപ്പോൾ ഇങ്ങനെ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം തമ്പുരാൻ ബന്ധിച്ചത് അന്ധകാരത്തിന്റെ ചങ്ങല കൊണ്ടാ. ഞാൻ പറയാറുണ്ട്, അന്ധകാരത്തിന്റെ ചങ്ങല കൊണ്ട് ചിലരെ ബന്ധിക്കും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. അന്ധകാരത്തിന്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവർ. ഈ അന്ധകാര ചങ്ങല കൊണ്ട് ബന്ധിച്ച രണ്ട് കാര്യമാണ്. ഒന്ന്, അനങ്ങാനും ഒക്കുകയല്ല. രണ്ട്, അടുത്തിരിക്കുന്നവനെ കാണാനും ഒക്കുകയല്ല. തെളിവിന് ഒരു വാക്യവും കൂടെ വായിച്ചു. പുറപ്പാട് 10:22. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്, എങ്കിലും സന്ദർഭം വന്നുകൊണ്ടൊന്ന് വായിപ്പിക്കുക. ഒന്ന് വായിച്ചു. മോശെ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിട്ടുണ്ടായി. മോശെ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിട്ടുണ്ടായി. 3 ദിവസത്തേക്ക് കൂരിട്ട്. അന്ധകാരം 3 ദിവസത്തേക്ക്. അപ്പൊ അന്ധകാരം വന്നപ്പോ സംഭവിച്ചത് അടുത്തത്, 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. നമുക്കും ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഒരുത്തന് ഇഷ്ടമല്ലല്ലോ കണ്ടില്ലെന്നുള്ളതിന്റെ ആശയം അതാ. ഒരു സഭയിലാ കൂടുന്നത്, ഒരുത്തന് ഇഷ്ടമല്ല. എല്ലാവരും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഉപദേശിമാരാ, എന്നെയും കൂടെ പ്രതിയാക്കി പറയാ. പക്ഷെ ഒരുത്തന് 2 പേര് സംസാരിച്ചോണ്ടിരിക്കുമ്പം വരുന്നുണ്ട്. ഒരുത്തന് നിനക്ക് അന്ധകാര ശക്തിയാ. വൈരാഗ്യം കൊണ്ട് മിണ്ടാത്തതാണ്. എന്തേലും ഒന്ന് തുറക്ക്, വണ്ടിക്കൂലി മുടക്കി വന്നതല്ലേ. ഒരുത്തന് കാണാൻ മേല. ഒരു ലോക്കൽ സഭയില ദൈവത്തെ ആരാധിക്കുന്നേ. പക്ഷെ ഒരുത്തന് കാണാൻ മേല, ഒരുത്തിക്ക് കാണാൻ മേല. ഒരു സംഘടനയിലെ ആൾക്കാർ എല്ലാവർക്കും ഓർഡിനേഷനും കിട്ടി, പക്ഷെ ഒരുത്തനെ കാണാൻ മേല. ഓർത്തോണം, അന്ധകാര ശക്തി നിന്നെ പിടിച്ചിരിക്കുക.
വിവരിക്കുന്നില്ല അധികം. അല്ല, നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാണല്ലോ, വിവരിക്കരുതെന്നാണല്ലോ. അപ്പോൾ അന്ധകാര ശക്തി പിടികൂടിയാൽ ഒരുത്തനെ കാണാൻ മേല. അടുത്ത വാക്യം കൂടെ വായിച്ചു. അടുത്ത സംഭവം, കുഴപ്പമില്ല വായിച്ചു. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. ഒന്നുകൂടെ വായിച്ചേ. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. അടുത്തടുത്തായിരിക്കുന്ന, പക്ഷെ കണ്ടില്ല, കാണുന്നില്ലല്ലോ. ഇപ്പോഴും കൂടെ ആരാധിക്കുന്നവനെ കാണാൻ മനസ്സില്ലല്ലോ. കൂടെ പ്രാർത്ഥിക്കുന്നവനെ കാണാൻ മനസ്സില്ലല്ലോ. കൂടെ ആരാധിക്കുന്ന സഹോദരിയെ കാണാൻ ഞാൻ കാണുന്നെന്നുള്ള ആശയം മനസ്സില്ലല്ലോ, കാണുന്നില്ലല്ലോ. ഞാൻ ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എടാ, 10 ഏക്കർ വസ്തുവുള്ള നിന്റെ കൂടെ തന്നെ 1 സെന്റ് ഭൂമി ഇല്ലാതെ ഞരങ്ങുന്ന ഒരു വിശ്വാസിയുണ്ട്, കാണുന്നില്ലല്ലോ. അല്ല, നിങ്ങൾ സ്തോത്രവും പറയുന്നില്ല. പറയണ്ട, വേണ്ട. ബഹുമാനപ്പെട്ട പാസ്റ്റർ സമയം പറഞ്ഞിട്ടുണ്ട്, കൃത്യസമയത്ത് നിർത്തും. വേണ്ട. കല്യാണത്തിന് പറയുമ്പോൾ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ 9 മണി വരെ അങ്ങനെ ഇരുന്നു. ഒരുത്തനെ കാണാൻ പാടില്ല, കാണുന്നില്ലല്ലോ. നിന്റെ സമീപെ പാർക്കുന്നവനെ കാണുന്നില്ലല്ലോ. അയലത്തുള്ളവനോട് തൊട്ട് ചേർന്നിരിക്കുന്നവനോട് മിണ്ടുകയല്ല, എന്നിട്ട് ആത്മഭാരം കയറി ആന്ധ്രയ്ക്ക് പോവുക. എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ മതിലിനോട് ചേർന്ന് താമസിക്കുന്നവരുമായിട്ട് യാതൊരു ഒട്ടവും ഇല്ല, മിണ്ടുന്ന പോലുമില്ല. നമുക്ക് ആത്മഭാരം കയറി എങ്ങോട്ടാ പോകുന്നേ? ആന്ധ്രയ്ക്ക്. ഈ ചൂടും പിടിച്ച് ജയന്തി ജനതയിലെ. മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരുത്തനെ കാണാൻ പറ്റുന്നില്ല. അല്ല, കാണാൻ പറ്റാത്തത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാ ഒപ്പിക്കുന്നത്. ആ ഭാഗത്തേക്ക് ഞാൻ കൺവെൻഷൻ ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും കയറി പോകുന്നില്ല. ഒരുത്തനെ കാണാൻ പറ്റുന്നില്ല. അടുത്തത്, ഒരുത്തനും തന്റെ വാസസ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. ഇത് ഏത് പരിഭാഷയാ? ഈ ബൈബിൾ ഏതാ? ബൈബിൾ സൊസൈറ്റിയുടെ ആണോ? ആട്ടെ, കുഴപ്പമില്ല. ഒരുത്തനെ കാണാനും പറ്റുന്നില്ല. അദ്ദേഹം വായിച്ചത് കറക്റ്റാ. ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ ഒരുത്തനും തന്നെ സ്ഥലം വിട്ട് എഴുന്നേൽക്കാനും പറ്റുന്നില്ല. അപ്പൊ ആശയം ഇതാ, അന്ധകാരത്തിന് ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ, എന്റെ ഭാഷയെ പറയുകയാ, നിനക്ക് അനങ്ങാനും പറ്റത്തില്ല, അടുത്തിരിക്കുന്നവനെ കാണാനും പറ്റുന്നില്ല. 10 മണിക്ക് ആരാധനയ്ക്ക് സമാജത്തിന് വന്നാൽ നീ ഒന്ന് കൈയടിക്കോ ദൈവത്തെ ആരാധിക്കോ ചെയ്യുന്നില്ലല്ലോ. ആരെങ്കിലും ഒരു വല്യലിയ പറഞ്ഞോണ്ട് നോക്ക്, ആരാടാ ഇതിനകത്ത് കയറി വല്യലിയ പറയുന്നെന്ന്. 90, 80, 100 കിലോ കൊണ്ട് ഇന്ന് വരെ ഒന്ന് നൃത്തം ചെയ്ത് ആരാധിക്കാൻ പറ്റുന്നില്ലല്ലോ. അനങ്ങാൻ പറ്റുന്നുണ്ടോ? ഒക്കുന്നില്ല. അപ്പോൾ അന്ധകാരത്തിന് ചങ്ങലകിട്ട് ബന്ധിച്ചാൽ, അന്ധകാര ശക്തിയാൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ, എൻ്റെ ഭാഷയിൽ വചനത്തെ കൂട്ടുപിടിച്ച് പറയുക, അനങ്ങാനും ഒക്കത്തില്ല, അടുത്തിരിക്കുന്നവനെ കാണാനും ഒക്കത്തില്ല. ഇന്ന് രാത്രി ആ വിധത്തിലുള്ള ബന്ധനങ്ങൾ ആരെയും അലട്ടുന്നുണ്ടെങ്കിൽ ആ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശു ഇന്ന് രാത്രിയുടെ വന്നിട്ടുണ്ട്. ഇവിടം വിട്ടു പോകുമ്പോൾ അടുത്തിരിക്കുന്നവനെ കാണുകയും ചെയ്യണം, നീ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അന്ധകാര ശക്തിയുടെ ഒരു പ്രകൃതി. അപ്പോൾ പാപം ചെയ്ത ദൂതന്മാരെ അന്ധകാരത്തിന്റെ ചങ്ങലയിട്ട് ദൈവം എന്നേക്ക് ബന്ധിച്ചു വെച്ചിരിക്കുക, മഹാദിവസത്തിന്റെ വിധിക്കായിട്ട്. ആട്ടെ, അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ യൂദ തുടങ്ങിയിട്ടോ അന്ത്യകാല വിഷയം വരെ പറഞ്ഞ് അവസാനിപ്പിച്ച് 18-ാം വാക്യം വായിച്ചു. 18. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന, നമുക്ക് വേറൊരു ബൈബിൾ ഇന്നത്തേക്കൊന്ന് എടുക്കേ. ഇത് ഇംഗ്ലീഷും മലയാളം എല്ലാം കൂടെ കൂടി കലർക്കുന്നതുകൊണ്ട് വായിക്കാൻ പെട്ടെന്ന് താമസം വരുന്നെന്ന് എനിക്കങ്ങ് തോന്നുന്നു. എൻ്റെ തോന്നല. ആ ബൈബിൾ എടുത്ത് വായിക്കും. അതിനകത്ത് ഒത്തിരി പ്രസംഗ വിഷയമുണ്ട്. താഴെ പോകരുത്, പുള്ളി കുഴയരുത് അവസാനം. പിന്നെ വായിച്ചോ. 18-ാം വാക്യം വായിച്ചോ. 18 വായിരും.
അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് മതി. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ യൂദ തുടങ്ങി 18-ാമത്തെ വാക്യത്തിൽ അന്ത്യകാല വിഷയം വരെ യൂദ രേഖപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 25 വാക്യമേ ഉള്ളൂ എങ്കിലും മുഴുവൻ വിഷയങ്ങളും ഈ ലേഖനത്തിലുണ്ട്. ഇത് വളരെ ഈടുറ്റാഴമേറിയ ശ്രേഷ്ഠമേറിയ ഒരു ലേഖനമാണ്. ഇനി വേറൊരു പാഠം, ഈ യൂദയുടെ ലേഖനം എവിടെയാ കൊടുത്തിരിക്കുന്നത്? ഒന്ന് ന്യായമായിട്ട് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ട് പുറകില്ല. വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ട് പുറകില്ല. ഓർഡറിൽ അങ്ങനെയാ വന്നേക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ 66 പുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ട് പുറകിലാണ് യൂദയുടെ ലേഖനം കൊടുത്തിരിക്കുന്നത്. അല്ലയോ അമ്മേ? വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ട് പുറകിൽ. അതെന്താ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ട് പുറകിൽ ഇത് കൊടുക്കാനുള്ള കാരണം? അതിനെപ്പറ്റി പറയുന്നത്, നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. മറ്റ് ലേഖനങ്ങളിലെല്ലാം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നിത്യത എന്ന പദം പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. 24-25 വാക്യം വായിക്കാം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ. അടുത്തത്, സർവകാലത്തിനു മുമ്പ് അടിവര ഇട്ടോണം. അല്ല, അടിവര ഇട്ടവർ കാണും ഇതിനകത്ത്. ഇപ്പൊ പിന്നെ അടിവര ഇടാൻ പറയാനൊക്കത്തില്ല, മൊബൈലാ കയ്യിലെ, വേറെ പുസ്തകം ഇല്ല. അപ്പൊ പിന്നെ അതിലും വരയ്ക്കാന്ന് തോന്നുന്നു. എന്തുവാ ചെയ്യാൻ പറ്റാത്ത അതില്. അപ്പം ഏകദൈവത്തിന് തന്നെ സദാ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും. 2 പദങ്ങളാ, സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം. അപ്പൊ 2 പദമാ, സർവകാലത്തിന് മുമ്പും സദാകാലം. ഈ 2 പദങ്ങളെ ന്യായമായിട്ട് പഠിക്കുമ്പോൾ നിത്യത എന്ന പദമാണ് ആശയമാ അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. അപ്പൊ ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകെ കൊണ്ട് കൊടുക്കാനുള്ളതിന്റെ ന്യായമായ ഒരു കാരണം, നിത്യത എന്ന പദമാണ് യൂദയുടെ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതെന്തുവാണെന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. 21-22 അധ്യായം മനസ്സിരുത്തി ധ്യാനിച്ച് മറ്റു വാക്യങ്ങളോടെ ചേർത്ത് അതിൻ്റെ ആശ്രയത്തിൽ പഠിച്ചാൽ ആ നിത്യത എന്താണെന്നും നിത്യതയിൽ എങ്ങനെയാണെന്നും ഒക്കെ അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് യൂദയുടെ പുസ്തകം ഇതിന് തൊട്ട് പുറകെ. നിത്യത എന്ന് പറഞ്ഞേച്ച് എൻ്റെ ഭാഷ പറഞ്ഞാൽ നിത്യതയിലോട്ട് പ്രവേശിക്കാൻ പോവാം. ഇപ്പോൾ ആരും നിത്യതയിൽ പോകുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ കടന്നു പോകുമ്പോൾ ഫോട്ടോയൊക്കെ വെച്ചുള്ള മതിലേലും പോസ്റ്റേലും എല്ലാം പാപ്പച്ചൻ നിത്യതയ്ക്കും മിക്കവാറും. ഇപ്പോഴല്ലല്ലോ നിത്യതയിൽ പ്രവേശിക്കുക. ഇപ്പം കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുക, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. ആടെ നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പൊ എന്തായാലും ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്, ആഴമേറിയ ലേഖനമാണ് യൂദയുടെ ലേഖനം. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ യൂദ ഈ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുക. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഇനി അധികം ആ ഭാഗത്ത് പറയുന്നില്ല. നമ്മൾ എടുത്ത വാക്യത്തോട് ഒന്ന് കൂറു പുലർത്തണമല്ലോ. നമ്മൾ 14-15 തിരുവെടുത്തുകളാണ് വായിച്ചത്. ദൈവദാസൻ ഒന്നുകൂടെ ആ വാക്യം വായിച്ചു. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്
ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അപ്പോൾ യൂദ തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹാനോക്ക് പ്രവചിച്ചു. ഏത് ഹാനോക്ക്? എന്നെ നോക്കണ്ട, അങ്ങോട്ട് നോക്കി വെച്ച് പറഞ്ഞാൽ മതി. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും. അപ്പൊ യൂദ ഏത് ഹാനോക്കിനെ പറ്റിയാ പറഞ്ഞേ? മൈക്ക് കൂടെ പറഞ്ഞു. ഏഴാമനായ ഹാനോക്ക്. എല്ലാം ശരിയാ, ശങ്കിക്കാതങ്ങ് പറഞ്ഞു. അപ്പോൾ യൂദ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. അതെന്താ ഏഴാമനായ ഹാനോക്ക് എന്ന് പറഞ്ഞത്? ഇപ്പം ദൈവദാസൻ ഓർക്കുക, വായിച്ചു കൊടുത്തത് ഇപ്പം വിനയായല്ലോ എന്ന്. ഇല്ല, വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും എല്ലാം ഭാഗ്യമുള്ളവരാ. അപ്പൊ ഇന്ന് ദൈവദാസന് ഒത്തിരി ഭാഗ്യം ഉണ്ടാകട്ടെ. എനിക്കൊരു സഹായത്തിനാ വായിപ്പിച്ചു തരുന്നത്, കുഴപ്പമില്ലല്ലോ. ദൈവത്തിന്റെ മകത്ത്. അപ്പൊ ശ്രദ്ധിക്കുക, ഏഴാമനായ ഹാനോക്ക്. അതെന്താ ഏഴാമനായ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം? എണ്ണി വന്നപ്പം ഹാനോക്ക് ദോസേ ഏഴാമനായി. പിന്നെ നല്ല മറുപടിയാ. ഏഴാമനായ ഹാനോക്കെന്ന് എടുത്തു പറയാൻ കാര്യം, ഹാനോക്ക് പലരുണ്ട്. എത്ര ഹാനോക്കുണ്ട്? 2. പിന്നെ ചുമ്മാ ഇരിക്കല്ലേ, പറ. 7 ഹാനോക്കോ? ആട്ടെ, ഇങ്ങനെ നമ്മൾ 10 മണി വരെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ ഞാൻ പുസ്തകം അങ്ങോട്ട് ധ്യാനിച്ച് പഠിച്ചപ്പോൾ ഒരു 4 ഹാനോക്കിനെ കണ്ടു. ഇനി നിങ്ങൾ പഠിച്ചാൽ വേറെയും കാണും. അങ്ങനെ കാണുകയെന്ന് എന്നെ ഫോൺ ചെയ്ത് പറയണം, ഞാൻ 2 എണ്ണം കൂടെ കണ്ടെന്ന്. അപ്പോൾ ഹാനോക്ക് 4 ഹാനോക്ക്. അതിൽ ഒന്നാമത്തെ ഒരു ഹാനോക്ക ഇപ്പം നമ്മൾ വായിച്ചത്, ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. ഇനി വേറൊരു ഹാനോക്ക്, കയീന്റെ മകൻ ഒരു ഹാനോക്കുണ്ട്. 4:16 വായിച്ചു. 4:16 പെട്ടെന്ന് വായിച്ചു. 4:16 ഉൽപ്പത്തി. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഏതിന് കിഴക്ക് നോർ ദേശത്ത് നിന്ന് പാർത്തു. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏതിന് കിഴക്ക് നോർ ദേശത്ത് എന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയുമായിട്ട് ജീവിച്ചു. അടുത്ത വാക്യം. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. ഹാനോക്ക്. അപ്പൊ ഇത് വേറൊരു ഹാനോക്ക. ഇപ്പൊ എത്രയായി? മൈക്കിൽ കൂടെ പറഞ്ഞു. 2. എന്നെ എണ്ണാനൊരു വൈക്ലപ്യം. അപ്പൊ 2 ഹാനോക്കായി. ഒന്ന് യൂദ പരാമർശിച്ചിരിക്കുന്ന ഏഴാമനായ ഹാനോക്ക്. 2 കയീന്റെ മകൻ ഹാനോക്ക്. ഇനി വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാമിന് ആദ്യം ഒരു സന്തതി ജനിച്ചു, ഇസ്മായേൽ, ഹാഗർ കൂടി. ഇന്നും പ്രശ്നം തീർന്നിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. പ്രശ്നം ഇപ്പൊ തീരുകയില്ല. അത് നമ്മളിപ്പം വിസ്തരിച്ച ഇവിടെ മുഴുവൻ പ്രശ്നവുമായിരിക്കും. അപ്പം അത് വേണ്ട. അബ്രഹാമിന് സാറയിൽ കൂടി വാഗ്ദത്ത സന്തതി ഉണ്ടായി, ഇസ്സഹാക്ക്. എന്നാൽ അബ്രഹാമിന് വേറൊരു ഭാര്യ, പഴയ നിയമപ്രമാണമാണല്ലോ, കെതൂറ. ആ കെതൂറായി ജനിച്ച കുഞ്ഞുങ്ങളിൽ 4ാമത്തെ ഒരുത്തനുണ്ട് മിദ്യാൻ. ആ മിദ്യാന്റെ മക്കളിൽ ഒരുവനാണ്
ഒരു ഹാനോക്ക്. വായിച്ചേ ഉൽപ്പത്തി. ആ താള് പറന്നു പോകരുത്. അയ്യോ, മറന്നു പോകരുത്. 25 ഒന്ന് വായിച്ചേ ഉൽപ്പത്തി. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചവൾക്ക് കെതൂറ എന്ന പേര്. അവൾ സിമ്രാൻ, യൊക്ശാൻ, മെഥാൻ, മിദ്യാൻ, വിഷമമുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം. എന്നിവരെ വായിച്ചു. ഇഷ്ബാക്ക്, ശൂവക് എന്നിവരെ പ്രസവിച്ചു. അതില് നാലാമത്തവനാണ് മിദ്യാൻ. മിദ്യാന്റെ പുത്രന്മാര് മൂന്നാമത്തവൻ ഹാനോക്ക്. 4-ാം വാക്യം വായിച്ചേ. 4. മിദ്യാന്റെ പുത്രന്മാർ ഏഫർ, ഹാനോക്ക്. അപ്പോ മിദ്യാന്റെ പുത്രന്മാർ അബ്രഹാമിന്റെ മകനായ അബ്രഹാമിന്റെ കെതൂറിൽ നിന്ന് ജനിച്ച കുട്ടികളിൽ 4-ാമത്തവനായ മിദ്യാന്റെ മക്കളിൽ 3-ാമത്തവൻ ഹാനോക്ക്. 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. മിദ്യാന്റെ പുത്രന്മാർ ഏഫർ, ഹാനോക്ക്. അപ്പോൾ ഇത് ഹാനോക്ക്. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ എത്രയായി? 3. എന്നാ എണ്ണാനൊരു സ്തോത്രം. 3. അപ്പൊ ഒന്നാമത്തെ ഹാനോക്ക് ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്. 2-ാമത്തെ ഹാനോക്ക് കയീന്റെ മകനായ ഹാനോക്ക്. 3-ാമത്തെ ഹാനോക്ക് അബ്രഹാമിന് കെതൂറിൽ നിന്ന് ജനിച്ച മക്കളിൽ 4-ാമത്തെ മകനാകുന്ന മിദ്യാന്റെ 3-ാമത്തെ മകൻ ഹാനോക്ക്. ഇനി ഒരു ഹാനോക്കിനെയും കൂടെ പരിചയപ്പെടുത്തിച്ച് നമുക്ക് വിഷയത്തിൽ വരണം, ഇല്ലേ നിങ്ങൾ വിഷയമായിരിക്കും. അപ്പോൾ 4-ാമത്തെ ഹാനോക്ക് ഗോത്രപിതാവാകുന്ന യാക്കോബിന്റെ മൂത്ത പുത്രനാണല്ലോ രൂബേൻ. അവന്റെ മകനും ഹാനോക്ക. വായിച്ച ഒരു പയ്യനെ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. 5:1. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5:1. ഇസ്രായേലിന്റെ ആദിജാതനായ രൂബേന്റെ പുത്രന്മാർ. അപ്പൊ രൂബേൻ. ഇനി ആ രൂബേന്റെ പുത്രന്മാരില് ഇനി 3-ാമത്തെ വാക്യം വായിച്ച ഇസ്രായേലിന്റെ ആദിജാതനായ രൂബേന്റെ പുത്രന്മാർ ഹാനോക്ക് മതി. അപ്പൊ രൂബേന്റെ ഒരു മകനാണ് ഹാനോക്ക്. ഇപ്പൊ എത്ര എണ്ണമായി? 4. ഇന്നിപ്പോ 4 എണ്ണം പോരെ? ആട്ടെ, മതി, അത് മതി. ഒന്ന് പ്രതീക്ഷിച്ചതാ. 4 എണ്ണം ഇപ്പം ഈ യോഗത്തിന് അത് മതി. 4 മതി. ചുമ്മാ ഇരിക്കുകയല്ലോ, അപ്പൊ 4 മതി. സ്വോത്രമൊന്നും പറയുന്നില്ലല്ലോ. അല്ല, ഇങ്ങനെ തന്നെ ഇരുന്നു. പഠിക്കുക. ആയിക്കോട്ടെ, അധികം പഠിക്കുന്ന ക്ഷീണമാണെന്ന് വാക്യമുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, 4 ഹാനോക്ക്. അപ്പൊ ഈ ഹാനോക്ക് പലതുള്ളത് കൊണ്ടാ യൂദ വളരെ ക്ലിയർ ആക്കി പറഞ്ഞു. 14-ാമത്തെ വാക്യത്തിൽ ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അപക്വതയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തവും ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ആര് പ്രവചിച്ചു? ഹാനോക്ക് പ്രവചിച്ചു. ഇതാര് പറയുന്നു? യൂദ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി 1-2 പാഠങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഞാൻ ഇന്ന് വണ്ടിയെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര തലയ്ക്ക് വെട്ടലും പ്രയാസം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ശാന്തമായിട്ട് നിന്ന് ജോസെ ഇന്ന് അധികം പാട്ട് പാടുന്നില്ല. എന്നാ ആട്ടെ, നാളെ ആകാം. നാളെ ജോസ് കാണുമോ? കർത്താവ് അനുവദിച്ച നമുക്കൊന്നിച്ച് കാണാം. അപ്പൊ ശ്രദ്ധിക്കുക, 7-ാമനായ ഹാനോക്ക്. ഈ 7-ാമൻ ഹാനോക്ക് എന്ന് പറയുമ്പോൾ അപ്പുറം ഒരു 3-ാമൻ ഹാനോക്ക് കിടപ്പുണ്ട്. അതാണല്ലോ കയീന്റെ മകൻ. അവൻ 3-ാമൻ ഹാനോക്ക. അത് ഗുണപ്പെട്ടവനല്ല, നമുക്കറിയാം. ഗുണം വന്നവൻ അല്ല. കാരണം ഗുണം വരാനുള്ള കാര്യമല്ലല്ലോ ചെയ്തു വെച്ചത്. സഹോദരനെ കൊന്നവനാ.
അതും ആരാധനാഭിഷേകത്തിലാണ് കൊന്നത്. അങ്ങനെയാണല്ലോ കൂടുതലും കൊല നടക്കുന്നത് അല്ലേ? ആരാധനാഭിഷേകത്തിലല്ലേ? ഏത് മതം എടുത്തോ, ഏത് സംഘടന എടുത്തോ, ആരാധനാഭിഷേകത്തില്ല കൊലപാതകങ്ങൾ മുഴുവൻ നടക്കുന്നത്. ചിലര് കൊന്നുകൊടുത്താൽ ചിലര് പ്രസാദിക്കുമെന്നാ പറയുന്നത്. അവൻ്റെ പെടലി കണ്ടിച്ച് രക്തം ഒഴിച്ചാൽ പ്രസാദിക്കുമെന്നൊക്കെ പറയുന്നു. അത് പ്രസാദിപ്പിക്കാനായിട്ട് ആൾക്കാർ കച്ചകെട്ടി നടക്കുക. ചിലര് പറയുന്നത് ചിലരെയൊക്കെ അങ്ങ് കൊന്നേച്ച് വന്നാൽ മതി, സ്വർഗം തരാമെന്നാ പറയുന്നത്. അതുകൊണ്ട് ചുമ്മാ ഇരിക്കുന്നവനെ തട്ടുക, പഠിപ്പീരത്തറിയാം. അവനെ പെടലി എടുത്തോണ്ട് വാ, നിനക്ക് സ്വർഗത്തിൽ പ്രധാന സ്ഥലം. യോഗം കഴിഞ്ഞ് ഒന്നിച്ച് ഒറ്റയ്ക്ക് പോകരുത്, കാരണം എവനെങ്ങാനും അവിടെ നിന്ന ഓരോരോ പഠിപ്പീര. അപ്പൊ ആരാധനാഭിഷേകത്തിലാണല്ലോ ഇതെല്ലാം നടക്കുന്നേ. അപ്പോൾ ഈ കയ്യൻ ഗുണം വന്ന കയ്യിന് ഒരുത്തനല്ല, ഗുണപ്പെടാത്തവനാ. 3:12 വായിച്ചു. യോഹന്നാന്റെ 1-ാം ലേഖനം 3:12. അപ്പൊ ഇവന്റെ പ്രകൃതി എന്നാന്ന് എഴുതിയിട്ടുണ്ട്, നമുക്കറിയാം. എങ്കിലും ഒന്ന് വായിച്ചു, അറിവുള്ള വാക്യമാ, എന്നാലും ഒന്ന് വായിച്ചു. 3:12. പതുക്കെ വായിച്ചാൽ മതി, എനിക്ക് ധൃതിയൊന്നുമില്ല, നമുക്ക് പതുക്കെ പോയാൽ മതി. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. മതി. കയീൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായി. അപ്പോൾ ഇവനെ ഗുണപ്പെട്ടവനല്ല. ഇത് മൂന്നാമൻ ഹാനോക്ക്, കയീന്റെ മകൻ. അതാണ് നമ്മൾ വായിച്ചത്. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനാ. ഇവൻ ഹാബേലിനെ കൊന്ന് അനന്തരം ഇവൻ കിഴക്കോട്ട് യാത്ര ചെയ്തു. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? 16-ാം വാക്യം വായിച്ച്. 16-ാം വാക്യം 4:16. ഉൽപ്പത്തി 4:16. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു. കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. ശ്രദ്ധിച്ച്, ഗുണം പിടിക്കാത്തവനെല്ലാം കിഴക്കോട്ടാ പോകുന്നത്. അതെ, ഗുണം വരാത്തവനെല്ലാം കിഴക്കോട്ട. ഞങ്ങൾ കൊച്ചിലെ വീട്ടില് പരാധീനതയൊക്കെ ഉള്ള വീടാണ്. അപ്പം ഭക്ഷണം വിളമ്പുമ്പോൾ ചിലപ്പം വയറ് നിറച്ച് കിട്ടുകയില്ല, ചിലപ്പം വിരുന്നുകാരോട് ഉണ്ടേ പറയുകയും വേണ്ട, കിട്ടുകയില്ല. അപ്പം ചിലപ്പോൾ വിശപ്പുണ്ട്, ഇച്ചിരി കിട്ടിയാൽ കൊള്ളാം, അമ്മയോട് അല്ലെ വല്യമ്മച്ചോട് ഇച്ചിരൂടെ തരാൻ പറയുമ്പോൾ അമ്മ ഒരു ഭാഷ പറയും, വേണ്ട അങ്ങനെ ഒത്തിരി കിഴക്കോട്ട് പോകണ്ട. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഞങ്ങളുടെ അമ്മ പറഞ്ഞു കേട്ടു, വേണ്ട അങ്ങനെ ഒത്തിരി കിഴക്കോട്ട് പോകണ്ട. അത് അമ്മയ്ക്ക് പുസ്തകം പറഞ്ഞിട്ട് പറഞ്ഞതല്ല, അമ്മയ്ക്ക് മനസ്സിലായി കിഴക്കോട്ട് പോയാൽ പരുവക്കേടാന്ന്. പണ്ട് കാലത്തൊക്കെ കുട്ടനാട്ടിലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അടിപിടിയും കേസും ഒക്കെ ഉണ്ടായിട്ട് ആൾക്കാർ നേരെ കിഴക്കോട്ടാണ് പോകുന്നത്. അങ്ങനെ ഹൈറേഞ്ചിൽ പോയ ധാരാളം ആൾക്കാർ ഉണ്ട്. പിന്നെ അന്ന് അവർ പോയത് കൊണ്ട് രക്ഷപ്പെട്ട് ചിലർ മലബാറിലും വന്നിട്ടുണ്ട്, എല്ലാവരും അല്ലെങ്കിലും ചിലർ. എന്നാലും കിഴക്കോട്ട് പോകുന്നത് ആ പരുവക്കേട്. അപ്പൊ കൈ നേരെ കിഴക്കോട്ടാ പോയത്. നിങ്ങൾക്കറിയാം, ദൈവത്തിനെതിരെ ബാബേൽ ഗോപുരം പണിതവരും നേരെ കിഴക്കോട്ട്. ഉൽപ്പത്തി 11 അങ്ങനെ അവര് നേരെ വായിച്ചോ വചനത്തിൽ നിന്നാന്നല്ലോ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. അറിയാത്ത ആരിലും ഉണ്ട് അവരുടെ അറിവിനാ. വായിച്ചോ 11:1. ഭൂമിയിൽ ഒക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര അവരും കിഴക്കോട്ടാ പോയത്. കയ്യിനും കിഴക്കോട്ടാ പോയത്. അവരും നിമ്രോദിന്റെ നേതൃത്വത്തിൽ. പിന്നെ ലോത്തും കിഴക്കോട്ടാ പോയേ. അങ്ങനെ ഉൽപ്പത്തി 13. അങ്ങനെ ലോത്ത് കൂടാരം അടിച്ച് കിഴക്കോട്ട് കയറി എന്ന. എല്ലാം കിഴക്കോട്ടാ. അവിടെ ഞാനധികം വിവരിക്കുന്നില്ല. അപ്പൊ ഈ കയ്യീൻ യഹോവയുടെ സന്നിധി വിട്ടു പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് എന്ന് പാർത്തു. കയ്യീൻ തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. ഒരു മകനുണ്ടായി, ഹാനോക്ക്. അടുത്ത വാക്യമായി ഹാനോക്കിന്റെ ഒരു മകൻ വായിരും. അങ്ങനെ കയ്യീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് ഭാര്യയുമായിട്ട് ജീവിച്ചു. ഒരു മകനുണ്ടായി, ഹാനോക്ക്. അടുത്ത വാക്യം വായിച്ചേ. അവനൊരു പട്ടണം പണിതു. ആര് പട്ടണം പണിതു? കയ്യീൻ. ന്യായമായ ചോദ്യങ്ങളൊക്കെ ഇവിടെ വരും. ഇപ്പൊ ആരൊക്കെ ഉണ്ട്? കയ്യീനുണ്ട്, ആദാമുണ്ട്, ഹവ്വായുണ്ട്. പിന്നെ ആരുണ്ട്? കയ്യീനുണ്ട്. കയ്യിന്റെ ഭാര്യ. അത് എവിടുന്നാന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ, അതിനൊക്കെ നേരത്തെ ആൻസർ കൊടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ അതിന്റെ പുറകെ പോകാൻ നേരമില്ല.
ഇപ്പൊ ഉണ്ടായ ചെറുക്കൻ ഏതാ? ഹാനോക്ക്. അപ്പൊ ന്യായമായ ഒരു ചോദ്യം കൊണ്ട് ഈ 5 പേർക്ക് വേണ്ടി പട്ടണമോ? ന്യായമായ ചോദ്യം ഇവിടെ നിന്നൊക്കെ 5 പേർക്ക് വേണ്ടി ആകെ 5 പേരേ ഉള്ളൂ. ചിന്ത വരും, ചോദ്യം വരും. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ആദമിന് ധാരാളം പുത്രിപുത്രന്മാർ ജനിച്ചു, സന്തതി പരമ്പരകൾ ധാരാളം. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും കൊള്ളാം. കയീന് ഒരു മകൻ ജനിച്ചു, ഹാനോക്ക്. ഹാനോക്കിനൊരു മകൻ ജനിച്ചു, വായിച്ച അവനൊരു പട്ടണം പണിതു. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. കയീനൊരു പട്ടണം പണിതു. അടുത്ത വാക്യം, പട്ടണം പണിത് ഈരാദ് അല്ലെന്താ, കയീനൊരു പട്ടണം പണിതു. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് അത് എല്ലാം കൂടെ ഏദന് കിഴക്ക് നോദ് ദേശത്ത് നിന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയെ പരിഹരിച്ച് അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു. ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. അപ്പൊ പട്ടണം പണിത് ചപ്പൻ സൂത്രബുദ്ധി ആ മകന്റെ പേര്. അപ്പൊ അപ്പന്റെ ചിന്ത, ഈ പട്ടണം എന്റെ മോന്റെ പേരിൽ അറിയപ്പെടണം. പട്ടണത്തിന്റെ പേരാണ് ഹാനോക്ക് പട്ടണം. അപ്പന്റെ സൂത്രമാ, എന്റെ മോന്റെ പേര് എന്നും നിലനിൽക്കണം. ഹാനോക്ക് എന്ന് പട്ടണത്തിന് പേരിട്ടു. ആരോടെങ്കിലും ചോദിക്കാം, നിങ്ങൾ എവിടുത്തുകാരാ? ഞങ്ങൾ ഹാനോക്ക് പട്ടണക്കാരാ. നിങ്ങൾ എവിടുന്ന് വരുന്നു? ഞങ്ങൾ ഹാനോക്ക് പട്ടണത്തിൽ നിന്ന് വരുന്നു. സൂത്രത്തിലും തന്ത്രത്തിലും ചതിവിലുമാ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു കാര്യം ദൈവകുഞ്ഞുങ്ങളോട് പറയാം, സൂത്രത്തിലും തന്ത്രത്തിലും പേരും പ്രശസ്തിയും സമ്പാദിക്കാൻ നോക്കിയാൽ അധിക നാൾ നിലനിൽക്കുകയില്ല. ഈ പട്ടണവും ഈ പേരും എല്ലാം വെള്ളപ്പൊക്കം വരെ. വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ പേരും തീർന്നു, പട്ടണവും തീർന്നു, മുഴുവൻ താളടിയായി. ഞാൻ ദൈവമക്കളോട് പറയാം, സൂത്രത്തിലൊന്നും നേടിയെടുക്കരുത്. ന്യായമായി, നീതിയായി, ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, ദൈവത്തിൻ്റെ മഹത്വം ആട്ടെ. അപ്പോൾ ഇവന് ഒരു മകൻ ജനിച്ചു, ഈരാദ്. ഹാനോക്കിന് മകൻ ജനിച്ചത് ഈരാദ്. പിന്നെ ഈരാദിന്റെ മകൻ ഈരാദ് മെഹൂശയേലിനെ ജനിപ്പിച്ചു. ഈരാദ് മെഹൂയഹേൽ മെഥൂശലേഹിനെ ജനിപ്പിച്ചു. വായിച്ചു. മെഥൂശയേൽ ലാമെക്കിനെ ജനിപ്പിച്ചു. അപ്പൊ ശ്രദ്ധിച്ച്, മതി. അപ്പോൾ ആദാമിൽ നിന്ന് കയീൻ ജനിച്ചു, കയീനിൽ നിന്ന് ഹാനോക്ക് ജനിച്ചു, ഹാനോക്കിൽ നിന്ന് ഈരാദ് ജനിച്ചു, ഈരാദിൽ നിന്ന് മെഹൂയയേൽ ജനിച്ചു, മെഹൂയയേൽ നിന്ന് മെഥൂശലേക്ക് ജനിച്ചു, അവനിൽ നിന്ന് ലാമേക്ക് ജനിച്ചു. ഇപ്പൊ എത്രയായി? ലാമേക്ക് ആയപ്പം എത്ര പേരായി? എന്തേലും ഒന്ന് പറ. ഇനിയിപ്പോ എണ്ണവും പഠിപ്പിക്കണം. ആദാ, ഹാനോക്ക്, കയീൻ, ഹാനോക്ക്, ഈരാദ്, മെഹൂയേൽ, പിന്നെ മധൂശലേം, പിന്നെ എത്രയായി? ഇത് പറയാനായി പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഏഴാമൻ ലാമക്ക്. ഇത് ഞാൻ എൻ്റെ ഭാഷ പറയാം, കൊണപ്പെടാത്ത തലമുറകളാണ്. കാരണം 3:12 യോഹന്നാൻ വായിച്ചല്ലോ, കയീൻ ദുഷ്ടനിൽ നിന്ന്. അപ്പൊ ദുഷ്ടനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ദുഷ്ടചിന്തകൾ, ദുഷ്ടവിചാരങ്ങൾ, ദുഷ്ടവികാരങ്ങൾ, ദുഷ്ടപ്രവൃത്തികൾ നിമിത്തം ജീവിച്ച സന്തതി പരമ്പരകളായി ഇത് മുഴുവൻ. അപ്പോൾ ഇത് കൊണപ്പെടാത്തതാ. വേദപുസ്തകത്തിന്റെ ഭാഷയിലായി പറയുന്നത് ഗുണം വരാത്തതാ, കൊണപ്പെടാത്തത്. നമ്മുടെ പെന്തിക്കോസുകാരുടെ ഭാഷ പറഞ്ഞ കൊണപ്പെടാത്ത തലമുറ. ആ കൊണപ്പെടാത്ത തലമുറയിൽ ഏഴാമൻ ലാമേക്ക്. എന്നാൽ ആദമിന് ഗുണം വന്ന തലമുറയുണ്ടായി. ഈ 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ 2 വാക്യമുണ്ടല്ലോ, കണ്ണിക തുടങ്ങുന്നത് 5ന്റെ നേരെ മേളിൽ ഒരു ചെറിയ കണ്ണികയുണ്ട്. ആ കണ്ണികയുടെ തുടക്കം മുതൽ വായിച്ച്, ആദാം തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. അടുത്ത വാക്യം, അവളൊരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു തലമുറയെ, സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്ത്. അപ്പോൾ ആദാം ശേത്ത്.
ശേത്ത്. ശേത്തിനൊരു മകൻ ജനിച്ചു. അവന് ഏനോശ് എന്ന് പേരിട്ടു. അടുത്ത വാക്യത്തിൽ ഒരു പദമുണ്ട്, അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. സ്തോത്രം. ആട്ടെ, അതൊന്നും വിവരിക്കുന്നില്ല ഞാന്. ഇത് കൊണപ്പെട്ട തലമുറയാ. ആദാം, ശേത്ത്, ഏനോശ്. ഇനി 5-ാം അധ്യായം പഠിക്കുമ്പോൾ ഏനോശിന്റെ മകന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഏനോശിന്റെ മകൻ കേനാൻ. കേനാന്റെ മകൻ മഗല്ലലേൽ. മഗല്ലലേലിന്റെ മകൻ യേരദ്. പിന്നെ അവന്റെ മകൻ ഹാനോക്ക്. അപ്പൊ എത്രയായി? 7. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങേരെ വൈകുന്ന് പറഞ്ഞേച്ച 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങളിതെല്ലാം പഠിച്ചതിൻ്റെ അപ്പുറത്തെ പഠിത്തം കഴിഞ്ഞാൽ ഞങ്ങൾ ഇരിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇരിപ്പ് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ അപ്പുറത്തെ പഠിത്തം ഉണ്ടെന്ന്. എന്നാൽ ഇന്ന് ഇങ്ങനൊന്ന് പോട്ടെ. പഴയ ആൾക്കാർ പറയും ഒരു ദിവസം പശുവിനെ വഴിയിലും കെട്ടാന്ന്. ഇത് ഗുണപ്പെടാത്ത തലമുറയാ. ആദ്യം വായിച്ചത്, ഇപ്പോൾ വായിച്ചത് ഗുണപ്പെട്ടതാ. ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഗലേൽ, യാരദ്, ഹാനോക്ക്. അത് 7-ാമൻ. ആ 7-ാമൻ ഹാനോക്കിനെ പറ്റിയ യൂദ പറഞ്ഞിരിക്കുന്നത്. ഈ ഹാനോക്കിനെ പറ്റിയ യൂദ 14 പറഞ്ഞിരിക്കുന്നത് ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്. ദൈവത്തിന് മഹത്വം. ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഗലേൽ, യാരദ്, ഹാനോക്ക്. അപ്പൊ 7-ാമൻ ഹാനോക്ക്. ഇത് കൊണപ്പെട്ടവൻ. അപ്പോൾ കൊണപ്പെട്ട 7-ാമൻ ഹാനോക്ക്. ഇനി കൊണപ്പെടാത്ത 7-ാമൻ ലാമേക്ക്. ലാമേക്ക് കൊണപ്പെടാത്തതാ. ആദാം, കയീൻ, ഹാനോക്ക്, ഈരാദ്, മഹൂയേൽ, മധുശേൽ, ലാമേക്ക്. അത് ഗുണപ്പെടാത്ത 7-ാമൻ ലാമക്ക്. അപ്പൊ ശ്രദ്ധിച്ചേ, ഗുണപ്പെടാത്ത 7-ാമൻ ലാമേക്കും ഗുണപ്പെട്ട 7-ാമൻ ഹാനോക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് നിൽക്കുക. ഏതായാലും ഇന്ന് വന്നു പോയല്ലോ. നിങ്ങൾ ചിന്തിക്കോ, ഇന്ന് വരണ്ടെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചതാ, പിന്നെ നിർബന്ധിച്ചാ എന്നെ കൊണ്ടുവന്ന്. മെനക്കേടായിരുന്നു എന്ന് നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. അപ്പൊ ശ്രദ്ധിക്കുക, ഗുണപ്പെടാത്ത 7-ാമൻ ലാമേക്കും ഗുണപ്പെട്ട 7-ാമൻ ഹാനോക്കും. രണ്ടും തെറ്റരുത്. ഗുണപ്പെട്ട 7-ാമൻ ഹാനോക്കും ഗുണപ്പെടാത്ത 7-ാമൻ ലാമേക്കും. ഒന്നുകൂടെ തിരിച്ചു പറഞ്ഞാൽ ഗുണപ്പെടാത്ത 7-ാമൻ ലാമേക്കും ഗുണപ്പെട്ട 7-ാമൻ ഹാനോക്കും. രണ്ടും സമകാലികര. ഒരു കാര്യം കൂടെ പറയാം. എല്ലാ കാലയളവിലും എല്ലാ കാലത്തും ഈ ഗുണപ്പെട്ടവനേക്കാളും കഴിവാർക്കാ? ഗുണപ്പെടാത്തവർ. നിങ്ങൾ ഏത് മേഖല എടുത്തു, ഗുണപ്പെട്ടവനേക്കാളും കുറച്ചുകൂടെ കഴിവ് ഗുണപ്പെടാത്തവൻ. ഉദാഹരണം ഉടക്കുണ്ടാക്കരുത്, വിവാദമാക്കരുത്. ഇമ്മണി കട്ട് ചെയ്തിട്ടേച്ച് എൻ്റെ പടലേക്ക് പിടിക്കരുത്. ഇടുകാന്നേ മൊത്തം ഇട്ടോണം. ചാനൽ ആൾക്കാർ പെട്ടെന്ന് കാണാൻ നമ്മുടെ പള്ളക്ക് കത്തി കയറ്റരുത്. അങ്ങനെയൊക്കെ ഉണ്ട്. അതിനാന്നല്ലോ ഇപ്പം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഉദാഹരണമായി പറയുന്നേ, നല്ല രീതിയിൽ എടുക്കണം. ഇവിടെ ഇവർ പാട്ട് പാടും. ഞാൻ ഇന്നാളും പറഞ്ഞത്, ഇവർ നന്നായിട്ട് പാട്ട് പാടും. പക്ഷെ ഗാനഗന്ധർവന യേശുദാസ്. അദ്ദേഹത്തിൻ്റെ അത്ര ഒക്കത്തില്ല. ഒക്കുവോ? മിണ്ടുന്നില്ല. ഓക്കെ അല്ല. അദ്ദേഹം ഗാനഗന്ധർവന. രാഗമൊക്കെ വിസ്തരിക്കുന്ന കേട്ടാ നമ്മൾ അകവാള് വെട്ടിപ്പോവുക. നമുക്ക് പിന്നെ ഇതൊന്നും അറിയാത്ത കൊണ്ട് വെട്ടുന്നില്ല. അല്ല, പിന്നെ ഞാൻ എപ്പോഴും പറയും, അധികം രാഗം നോക്കി പാടാതിരിക്കുന്നതാ നല്ലത്. കാരണം അത് നോക്കി പാടിയാൽ നമ്മൾ പല പാട്ടും പാടുകയില്ല, പാടാനൊക്കത്തില്ല. ലൈവ് ഉള്ളത് കൊണ്ട് പറയാനൊക്കെ. ഇതൊന്ന് കട്ടാക്കിക്കോ, ഒരു കാര്യം പറയട്ടെ. കർത്താവേയൻ
യാചന നൽകണമേ കർത്താവേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ. അതിന്റെ പറഞ്ഞ പിന്നെയും പ്രശ്നമാണ്. ആട്ടെ, ഞാനത് പറയുന്നില്ല, വെറുതെ അലോഗ്യം ഉണ്ടാക്കണ്ട. നമ്മുടെ വിഷയത്തിൽ വരാം. എന്തായാലും അദ്ദേഹം ഗാനഗന്ധർവനാ, അസാധ്യമായ കഴിവാ, അതൊരു വലിയ വരമാ. ഇനി വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം. വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തില്ല, അദ്ദേഹം രക്ഷിക്കപ്പെട്ടയാളല്ല. അല്ല, ഇവര് രക്ഷിക്കപ്പെട്ടവരാ, അല്ലയോ? എന്നാ ഒരു സംശയം? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചതാ. മിടുക്കൻ. അപ്പോൾ പക്ഷെ കഴിവാർക്കാണ്? അതാ എസ് രാധാകൃഷ്ണൻ, സർവേപ്പള്ളി, ഏതാണ്ട് 10-28 ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നെന്ന സർവേപ്പള്ളിക്ക്. നമ്മുടെ ആൾക്കാർ ഡോക്ടറേറ്റ് വിഷമിച്ച് പിന്നെ കാശ് കൊടുത്ത് 150 രൂപയൊക്കെ കൊടുത്തെന്നൊക്കെ കേൾക്കുന്നു, എനിക്കറിയത്തില്ല. പിന്നെ അതിന് വെച്ചിരിക്കുക. എന്നാൽ പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തവരും ഉണ്ട്. പക്ഷെ അദ്ദേഹം 28ഓളം ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു. വലിയ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ പുള്ളി വിസിറ്റിംഗ് പ്രൊഫസറുമായിരുന്നു. അദ്ദേഹത്തിന്റെ 1 മണിക്കൂറത്തെ ക്ലാസ് കേൾക്കാൻ ലോകത്തിലെ ഉന്നതന്മാർ ആകാംക്ഷയോടിരിക്കുക. BK കൃഷ്ണമേനോൻ 8 മണിക്കൂർ UNI പ്രസംഗിച്ചെന്ന 8 മണിക്കൂർ കണ്ടിന്യൂ. നമ്മൾ 1 മണിക്കൂർ തന്നെ, ഞാനാന്ന് ഇടയ്ക്ക് പാട്ടുകൂടെ പാടി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ചിലരാന്നെ പിന്നെ ഹല്ലേലൂയയും പ്രൈസിലോടും വേറെ ചില നമ്മുടെ ആൾക്കാർ പ്രസംഗത്തിനിടയ്ക്ക് നോക്കി നിൽക്കിച്ചൊരു നേരം. അത് കാണുമ്പോൾ നമ്മുടെ ആൾക്കാർ ഇളകും, പുള്ളിക്ക് ആശ്വാസമാകും. നമ്മളങ്ങനെ ആ തടി തപ്പുന്നെന്നായി പറഞ്ഞത്. പുള്ളി 8 മണിക്കൂർ കണ്ടിന്യൂ നിന്നു. ആട്ടെ, അപ്പോൾ ഗുണപ്പെട്ടവനേക്കായാലും കഴിവ് ഗുണപ്പെടാത്തവനാ. അപ്പൊ ശ്രദ്ധിക്കുക, ഗുണപ്പെട്ട 7-ാമൻ ഹാനോക്ക്, ഗുണപ്പെടാത്ത 7-ാമൻ ലാമേക്ക്. ഗുണപ്പെട്ടവനേക്കാളും കഴിവ് കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ആമൻ, ഈ ലോകത്തിന്റെ മക്കൾ വെളിച്ച മക്കളേക്കാൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരാ. ഭയങ്കര കഴിവ് അവർക്കാ. അപ്പൊ ഗുണപ്പെട്ടവനേക്കാളും കഴിവ് ഗുണപ്പെടാത്തവനെ. തെളിവ് 19-ാം വാക്യം വായിച്ച്. 19-ാം വാക്യം 4:19 കഴിവ് ഗുണപ്പെടാത്തവനാന്നുള്ളതിന്റെ. ഉൽപ്പത്തി 4:19. മയക്കിക്കൂടെ. ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തു. അത് കഴിവുണ്ടായിട്ടല്ലേ? അതെ, ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തു. ഗുണപ്പെട്ട ഹാനോക്കിന് 1 ഭാര്യ, ഗുണപ്പെടാത്തവന് അത് കഴിവുണ്ടായിട്ടല്ലേ? ഞാൻ ക്ഷമാപണത്തോടെ ചോദിക്കാം, എനിക്കും നിങ്ങൾക്കും കുടുംബജീവിതം നയിപ്പാൻ, കർത്താവിൻ്റെ വരവ് വരെ അല്ലെ മരണം വരെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കതായ ഒരു തുണയെ ദൈവം നമുക്ക് തന്നു. അത് പള്ളിയിലാണെങ്കിൽ അച്ഛൻ അതിൻ്റെ ചൊല്ലും ചൊലുത്തുമൊക്കെ നടത്തി കൈപിടിപ്പിച്ചു. പെന്തിക്കോസ്തി വന്നപ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ കാര്യങ്ങൾ പറഞ്ഞ് ഉഭയസമ്മതത്തിൻ്റെ ഉടമ്പടി വാചകത്താൽ കരം ചേർത്ത് പിടിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നമ്മളെ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് അങ്ങനെ നമ്മൾ ജീവിക്കുക. എന്നേക്കാൾ അറിവുള്ളവർ, പ്രായമുള്ളവർ, പക്വത വന്നവർ, ഇരുത്തം വന്നവർ, ജീവിതത്തിൽ വളരെ പരിജ്ഞാനമുള്ളവരായി എന്നെ കേൾക്കുന്നത്, പ്രായമുള്ളവരെ കൊണ്ട് ബഹുമാനിക്കുന്നു. 1 ഭാര്യയെ ദൈവം നിങ്ങൾക്ക് തന്ന് ഇത്രയും വർഷത്തോളം ജീവിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച ഈ ഒരെണ്ണത്തിന് ഇത്രയും കൊല്ലം പറ കൊണ്ട് നടന്നത് അല്ലേ? നിങ്ങളെക്കാൾ പ്രായക്കുറവ്, ചിലയിടത്ത് ഇച്ചിരി പ്രായമുണ്ട്, അത് പറയുമൊന്നും വേണ്ട. നിങ്ങളെക്കാൾ പ്രായക്കുറവ്, നിങ്ങളെക്കാൾ തൂക്കക്കുറവ്, ചിലയിടത്ത് നിങ്ങളെക്കാൾ കഴിവ് കുറവ്,
നിങ്ങളെക്കാൾ ചിലടത്ത് വിദ്യാഭ്യാസവും കുറവ്, അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി കുറവുകൾ അവർക്കൊണ്ട് അവർ സമ്മതിക്കുകയില്ല. എന്നാലും പത്രോസ് പറഞ്ഞത് ബലഹീന പാത്രമാണ്, അവർ അംഗീകരിക്കുകയില്ല. അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ എന്തെല്ലാം കുറവുകൾ അവർക്കുണ്ട്, തൻ്റെ കുറവ് ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച ഈ ഒരെണ്ണത്തിന് ഇത്രയും കൊല്ലം കൊണ്ട് നടന്നേ. അന്നേരം നാണ്ട് ഒരുത്തൻ 2 എണ്ണത്തിനെ കൂളായിട്ട് കൊണ്ട് നടക്കുന്നു. അത് കഴിവുണ്ടായിട്ടല്ലേ? പിന്നെ അതെ, ഞാൻ കേറി പറയാം. നിങ്ങളുടെ കഴിവിൻ്റെ നിങ്ങളുടെ ഈ ചില വീട്ടിൽ കേട്ടേച്ച് വേണം ഉടക്കുണ്ടാക്കാൻ. ചില വീട്ടിൽ നിങ്ങളുടെ പെങ്ങന്മാരോ അമ്മയോ ഒന്നും വന്ന് നിൽക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. എല്ലാവരുടെയും കാര്യമല്ല, ചില വീട്ടിൽ നിങ്ങളുടെ അമ്മയോ പെങ്ങന്മാരോ വേണ്ടപ്പെട്ടവർ വന്ന് താമസിക്കാൻ നിൽക്കുന്ന അവർക്ക് ഇഷ്ടം. പക്ഷെ അവരുടെ അമ്മയും അനിയത്തിയും വരുന്ന വലിയ ഇഷ്ടമാണ്. അമ്മച്ചിക്ക് ഓട്സ് കാച്ചു വേണം, അമ്മച്ചിക്ക് ബദാം വേണം. അവിടെ അമ്മയോട് അമ്മച്ചിക്ക് ബദാം വേണ്ടാടി, അമ്മച്ചിക്ക് നട്ട്സ്. നമ്മുടെ അമ്മ വരിക എന്നേ പറയും, അണ്ട പൊരിക്കടല മേടിച്ച് തള്ളക്കിച്ചിര. എല്ലായിടത്തെയും കാര്യമല്ല, ചിലയിടത്തും. ഒന്നും വിവരിക്കുന്നില്ല, ആകെ 2 സ്തോത്രം പറഞ്ഞ് അതുങ്ങൾ ആ വഴി അടയ്ക്കുന്നില്ല. എല്ലാവരുടെയും കാര്യവുമല്ല. അപ്പം നിങ്ങളുടെ അമ്മയും പെങ്ങന്മാരും വന്ന് നിൽക്കുക. ചില സ്ത്രീകൾ, എല്ലാവരുമല്ല, ചില വന്ന് നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പം, ഔദ്യോഗിക പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പം ചിലര് അമ്മ അതൊക്കെ ഇരിക്കുക സെറ്റ് ചെയ്യല്ലേ. നമ്മൾ കയറി വരുമ്പം അമ്മ കണ്ടു, നമ്മളെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോയി കഥ കടച്ചു. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തള്ളേനെ പറഞ്ഞു വിടണം വന്ന് ഇവർ കൂടെ കുടിഞ്ഞോട്ട് വന്ന് ഇവിടെ എനിക്കൊക്കത്തില്ല ഇവരെ വെച്ച് കൊടുക്കാനും വിളമ്പി കൊടുക്കാനും തുണി കഴുകിയെടുക്കാനും അവരുടെ കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എടി എൻ്റെ അമ്മ, ആ അമ്മയാണെങ്കിലും കുമ്മയാണെങ്കിലും പറഞ്ഞു വിട്ടില്ലേ എൻ്റെ തനിനിറം. ഒന്ന് പറയും, എടി എൻ്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ട്. അതൊന്നും എനിക്ക് കേൾക്കണ്ട, തള്ളേ നിങ്ങളുടെ അനിയനാ ബേബി, അവൻ്റെ അടുക്കലോട്ട് വിട്, നിങ്ങൾക്ക് മാത്രം എന്നെ തള്ളേന്ന് പറയുമ്പോൾ ഇത്ര. അതൊക്കെ ചോദിച്ച കക്ഷികൾ ഇതിനകത്തിരിപ്പുണ്ട്. ഇപ്പം പിന്നെ എല്ലാം ഗബ്രിയേലിരിക്കും പോലെ ഇരിക്കുക. നല്ല പറ്റിയ ആൾക്കാരാ. അന്ന് നമ്മൾ പറഞ്ഞു മിണ്ടാതിരിക്കുക, എൻ്റെ അമ്മയാ. നിങ്ങൾ ഇന്ന് 2-1 ഞാൻ നമ്മൾ പറഞ്ഞു മിണ്ടാതെ, അമ്മ കേൾക്കും, മിണ്ടാതെ. ഒരു കാര്യം ചെയ്യും, ഞാനത് പരുവത്തിന് കൈകാര്യം ചെയ്യും, നീ മിണ്ടാതെ ചെയ്. അപ്പൊ അമ്മ അതിനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അനക്ക ഒന്നും, ഞാൻ നിനക്ക് സാരി മേടിച്ചു തരാം. സാരി, സാരി കീരി. നിനക്ക് ഞാൻ KFC മേടിച്ചു തരാം. അപ്പം അതൊക്കെ ആണല്ലോ. നിന്നെ ഞാൻ ബീച്ചിൽ കൊണ്ടുപോകാം, മലമ്പുഴ അണക്കെട്ട് കാണിക്കാം. ഇതൊക്കെ പറഞ്ഞു ഒരു പരുവത്തിന് നമ്മൾ ആക്കുക. അങ്ങനെയല്ല, ഇവളെ ശാന്തമാക്കി, കാരണം മരണം വരെ ജീവിക്കേണ്ടതാണ്. ശാന്തമാക്കി അവിടെ ഞാൻ പോകാം. നമ്മളിതൊന്നും നമുക്ക് വരുന്ന പങ്കപ്പാട്, ഇവളെ ഒരു പരുവത്തിന് അവിടെ ഇരുത്തി വെച്ച് നമ്മൾ കടവ് തുറന്ന് ഒന്നും അറിയാത്തവനെ പോലെ നമ്മൾ വന്ന് സ്തോത്രം അമ്മച്ചി. അമ്മ ചോദിക്കുന്നത് എന്നാടാ ബേബി, കുറച്ച് നേരമായിട്ട് അവൾ അവിടെ എന്തോ. നമ്മൾ അമ്മ അവൾ പ്രാർത്ഥനയ്ക്ക് ബണ്ണ് വേണോ അതോ ചപ്പാത്തി വേണോ എന്ന് ചോദിക്കുകയായിരുന്നു. അതാണോ അവൾ ചോദിച്ചേ? അമ്മ പറഞ്ഞ് ബണ്ണാടാ നല്ലത്, എനിക്കും അതാ. അവളും അതാ പറഞ്ഞ. അല്ലെങ്കിൽ അവൾക്കറിയാം ഇവളതാന്നോ പറഞ്ഞത്. നമ്മൾ ഇതിനിടെ കിടന്ന് നമുക്ക് ഭാര്യയും വേണം അമ്മയും വേണം. അമ്മ 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച പെറ്റതള്ളയാ. ഭാര്യ മരണം വരെ, ദൈവം കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ചിറങ്ങിയതാ, മരണം വരെ സംരക്ഷിക്കണം. നമ്മൾ കിടന്ന് ഞരങ്ങുന്ന ഞരക്കം. അപ്പോൾ ഈ ഒരെണ്ണത്തിനെ എന്ത് പരിശ്രമിച്ചായി നിങ്ങൾ എന്തേലും ഒന്ന് പറ. നിങ്ങൾക്കൂടെ ഗുണം വരുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞ് ഈ വയ്യാത്ത ഞാൻ പറഞ്ഞു തന്നെ, നിങ്ങളപ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ? അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ സ്തോത്രം പറയുകയല്ല, എന്നെ നോക്കാൻ. അത് കഴിഞ്ഞു പോകണം. എന്നാലും ഞാൻ പ്രാർത്ഥിക്കാം, ദൈവത്തിന് മഹത്വം. ഇന്ന് ദൈവം ദോഷമൊന്നും വരുത്തുകയില്ല, അല്ല ഇന്നല്ല ഇനി ഒരു ദോഷവും വരുത്തുകയില്ല. കർത്താവ് അവരുണ്ടല്ലോ. ഇപ്പം എന്തെങ്കിലും ഒരു വ്യത്യാസം വരികയാണെ വരട്ടെ, കാരണം ഈ വചനം ക്രിയ ചെയ്യുന്ന വചനമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കഴിവിന്റെ പരമാവധിയാ കൊണ്ട് നടന്നത്. അന്നേരം ഒരുത്തൻ 2 എണ്ണത്തിനെ കൂളായിട്ട് കൊണ്ട് നടക്കുക, അത് കഴിവുണ്ടായിട്ട. ഈ ലാമെക്കിന് 2 ഭാര്യ, ആദയും സില്ലയും. വായിച്ചേ 19-ാം വാക്യം.
ലാബക്ക് 2 ഭാര്യമാരെ എടുത്തു. ലാബക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവക്ക് സില്ല എന്ന പേര്. ഇവർക്ക് 4 പിള്ളേരുണ്ടായി. യാബാല്, യൂബാല്, തൂബൽ കയ്യിൻ, പെങ്ങള് നയമ. അടുത്ത വാക്യം. അവൻ അല്ലല്ല, ആദാ യാബാലിനെ പ്രസവിച്ചു. യാബാലിനെ പ്രസവിച്ചവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായിരുന്നു. അവന്റെ സഹോദരൻ യൂബാൽ എന്ന് പേർ. അവൻ കിന്നരവും വേണവും ഉപയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. ഇനി സില്ല തൂബൽ കയ്യിനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടും എല്ലാ ആയുധങ്ങളെ തീർക്കുന്നവൻ. ശ്രദ്ധിക്കുക, ഈ തലമുറ 4 തലമുറ. യാബാല, യൂബാല, തൂബൽ കയ്യിൻ, പെങ്ങള് നയം. അവിടെ നിൽക്കട്ടെ. ഈ പിള്ളേരുടെ കഴിവ് കണ്ടോ? ഈ ഗുണപ്പെടാത്തവന് ജനിച്ച പിള്ളേർ അതിലും കഴിവുള്ളവരാ. ഭയങ്കര കഴിവ്. മൂത്തവൻ യാബാൽ, അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവ്. എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല മുഴുവൻ അവൻ കൈയടക്കി വെച്ചിരിക്കുക. ഫാം, കന്നുകാലി, സ്തോത്രം, കൂടാരം, വാസികള്, കാർഷിക മേഖല, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ. എനിക്കൊന്ന് മണ്ണൂത്തി സൈഡിൽ അവനാന്നാ തോന്നുന്നത്. ആരാ? യാബാല്. കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും അവൻ ഭയങ്കര കഴിവ്. ഇവന്റെ ബ്രദറാണ് യൂബാൽ. അവൻ വേണവും കിന്നരവും വായിക്കാൻ ഇവൻ കിന്നരവും വേണവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി എന്ന് പറഞ്ഞാൽ വാദ്യ ഉപകരണങ്ങൾ മുഴുവൻ ഇവൻ കൈകാര്യം ചെയ്യും. ഈ സുഷിരവാദ്യങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യും. സുഷിരവാദ്യം അത് വലിയ ബുദ്ധിമുട്ടാണ്. കൊട്ടുകാടിക്കാൻ ചെയ്യുന്നതിന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. സുഷിരവാദ്യം വായിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് അസാധ്യ കഴിവുള്ളവർക്കേ ഒക്കെയുള്ളൂ. അപ്പോൾ ഇവൻ സുഷിരവാദ്യങ്ങളെല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന, അവർക്ക് തലതൊട്ടപ്പന എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യും. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. പിന്നെ അവന്റെ ബ്രദറാണ്, കസിനാണ് തൂബൽ കയ്യിൻ. അവൻ ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടും ആയുധങ്ങളെ എന്ന് പറഞ്ഞാൽ അവന് യുദ്ധത്തിന് വേണ്ട സകല കോപ്പ് ഒരുക്കി വെക്കുന്നവനാ. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഗുണപ്പെടാത്തവന്റെ തലമുറ അതിൽ ഊറ്റന്മാര്. എന്നാൽ യൂദ പറഞ്ഞിരിക്കുന്നത് 7ാമനായ ഹാനോക്കിനെ പറ്റിയാണ്. 7ാമൻ ഹാനോക്കിനെ പറ്റി പറയാ. ഓടിച്ച് മുമ്പോട്ടങ്ങ് പറഞ്ഞ് നിർത്താം, ഇന്നതേ ഒക്കുള്ളൂ. 7ാമൻ ഹാനോക്കിനെ പറ്റി പറയുക. എന്നാൽ ആദാം മുതൽ 7ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അപക്വതയോടെ ചെയ്ത പറ്റുവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം, പറ്റുകെട്ട പാപികൾ തന്നെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും പറ്റുകെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. എന്ന് പറഞ്ഞാൽ യൂദാ പറയുക, ഹാനോക്ക് പ്രവചിച്ചെന്ന്. ഹാനോക്ക് എന്തോ പ്രവചിച്ചു? ഒറ്റ വാക്ക് പറയാ, ഹാനോക്ക് 2 പ്രവചനം നടത്തി. പ്രധാനമായി ഒന്ന്, 1000 വിശുദ്ധന്മാരുമായി കർത്താവ് വരുന്നു. അതാ അവിടെ എടുത്ത് ചൊല്ലിയിരിക്കുന്നത്. 1000 വിശുദ്ധന്മാരുമായി യേശു കർത്താവ് വരുന്നു. ഇത് ഹാനോക്ക് പ്രവചിച്ചു. ഈ ഹാനോക്കിനെ പറ്റി പഠിക്കുമ്പോൾ ഒരു 4-5 പാഠം. ഒന്ന്, ഹാനോക്കിനെ പറ്റി പാടുന്നത് ഇവൻ ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്ക്. 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിച്ച ഉൽപ്പത്തി. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഒന്ന്, ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്ക്. ഇനി 2, ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക്. എബ്രായർ 11-ന്റെ 5-ാം വാക്യത്തിന്റെ ലാസ്റ്റ്, ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക്. 1, ദൈവത്തോടു കൂടി നടന്ന ഹാനോക്ക്. 2, ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക്. വായിരേ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക് 2. ഇനി 3, തന്റെ തലമുറയിൽ ആയുസ് കുറവായിരുന്നു ഈ ഹാനോക്കിന്. 5-ന്റെ 23 പഠിക്കുമ്പോൾ അറിയാം, ഉൽപ്പത്തി പുസ്തകം, ആയുസ് കുറഞ്ഞതായിരുന്നു ഈ ഹാനോക്ക്. ആ തലമുറയിൽ 930, 969, 900, 800 ആയുസ് വരെ ആൾക്കാർ ജീവിച്ചിരിക്കുമ്പോൾ ഈ 7ാമനാകുന്ന ഹാനോക്കിന് ആയുസ് കുറവ്. 5-ന്റെ 23 വായിച്ചേ. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായി. അത് ആയുസ് കുറവായിരുന്നു. ഇനി 4-ാമത്തെ ഈ ഹാനോക്കിന്റെ പ്രത്യേകത,
ഭക്തി കെട്ടവരുടെ നടുവിൽ ജീവിച്ച ഹാനോക്ക. ഭക്തി കെട്ട് നടക്കുന്നവരുടെ നടുവിൽ ജീവിതം കൊണ്ട് തെളിയിച്ചവനാണ് ഏഴാമൻ ഹാനോക്ക്. അതാണ് യൂദ 15 പറയുന്നത്, ഭക്തി കെട്ടവരുടെ നടുവിൽ. ദൈവത്തിന് സ്തോത്രം. ഇനി എബ്രായർ 11:5 പഠിക്കുമ്പോൾ എടുക്കപ്പെട്ട ഹാനോക്ക്, അതൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല, ആ പോയിന്റ് പറഞ്ഞത് എടുക്കപ്പെട്ട ഹാനോക്ക്. ഇനി ആമൻ സ്തോത്രം. 6ാമത്തെ കാര്യം എൻ്റെ ഭാഷ പറയാ, എബ്രായർ 11 പഠിക്കുമ്പോൾ മരണത്തിന്റെ മണമടിക്കാഞ്ഞ ഹാനോക്ക്. ഞാൻ അതിനെപ്പറ്റി ഒരു ദൂത് പറയാം. മരണത്തിന്റെ മണമടിക്കാഞ്ഞ ഹാനോക്ക്. ആമൻ 7ാമത്തത് ആമൻ കാണാതായ ഹാനോക്ക്. ഈ ഹാനോക്ക് പ്രവചിച്ചെന്നാണ് യൂദ പറഞ്ഞിരിക്കുന്നത്. ഹാനോക്ക് എന്തോ പ്രവചിച്ചു? പ്രധാനമായി 2 പ്രവചനം നടത്തി. ഒന്ന്, 1000 വിശുദ്ധന്മാരുമായി കർത്താവ് വരുന്നത് ഹാനോക്ക് ആത്മാവിൽ കണ്ടു. നിങ്ങൾ വേറെ പുസ്തകം പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ 1ാമത്തെ വരവിനെ പറ്റി പോലും ആ തലമുറയിൽ ആരും കാണാതിരുന്നപ്പോൾ, അറിയാതിരുന്നപ്പോൾ, പറയാതിരുന്നപ്പോൾ അവൻ 7ാമനായ ഹാനോക്ക് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ 2ാം വരവിന്റെ 2ാം ഘട്ടം ആത്മാവിൽ കണ്ടു. നീ ദൈവത്തോട് കൂടെ നടന്നാൽ, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ, ദൈവത്തിന്റെ വഴികൾ നടന്നാൽ, ഭക്തി കെട്ടവരുടെ നടുവിൽ നീ വിശ്വസ്തയോട് വിശുദ്ധിയോട് ജീവിച്ചാൽ, ആർക്കും വെളിപ്പെടാത്തതും ആർക്കും അറിയിച്ചു കൊടുക്കാത്തതും ആർക്കും ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യം ദൈവം നിനക്ക് വെളിപ്പെടുത്തും. ആ തലമുറയിൽ ദൈവം നിന്നെ ഉയർത്തും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ 1ാം വരവിനെ പറ്റി പോലും ആ തലമുറയിൽ ആർക്കും വെളിപ്പെടാതെയും അറിയാതെയും അറിയിക്കാതെയും വരുന്നപ്പോൾ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് ക്രിസ്തുവേശുവിന്റെ 2ാം വരവിന്റെ 2ാം ഘട്ടം ആത്മാവിൽ കണ്ടിട്ട് പ്രവചിക്കുക, 1000 വിശുദ്ധന്മാരുമായി യേശു വരുന്നു, കർത്താവ് വരുന്നെന്ന്. ഇതായിരുന്നു ഒരു പ്രവചനം. 2ാമത്തെ പ്രവചനത്തെ പറ്റി പറയുന്നത് നോഹയുടെ കാലത്ത് വരാൻ പോകുന്ന വെള്ളപ്പൊക്കം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. അതുകൊണ്ടാ തൻ്റെ 65ാമത്തെ വയസ്സിൽ ഒരു മകൻ ജനിച്ചു. വായിച്ച് ഹാനോക്കിന്റെ മകനെ പറ്റി ആ ഉൽപ്പത്തി പുസ്തകം 5ാം അധ്യായം എടുത്താട്ടെ, 21ാം വാക്യമല്ലയോ, ഒന്ന് വായിച്ചേ. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഹിനെ ജനിപ്പിച്ചു. പിന്നെ മെഥൂശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, 65ാമത്തെ വയസ്സിൽ ഹാനോക്കിന് ഒരു മകൻ ജനിച്ചു, മഥൂശാലേഖ്. നിങ്ങൾക്കറിയാം, മഥൂശാലേഖ് എന്ന വാക്കിന്റെ ഒരർത്ഥം അവന്റെ കാലത്തിനു ശേഷം അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ വേദപഠിതാക്കൾ പറയുന്നത് മഥൂശലേഖിന് ശേഷമാണ് വെള്ളപ്പൊക്കം ആരംഭിച്ചത്. ദൈവത്തിന്റെ മഹത്വം ഇവന്റെ കാലത്തിനു ശേഷം. ഇത് ആത്മാവിൽ ഹാനോക്ക് കണ്ടു എന്ന് പറഞ്ഞാൽ തൻ്റെ മകന് ശേഷം വരുവാൻ പോകുന്ന ഭീകരമായ ജലപ്രളയം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മകൻ ജനിച്ചു. ആ മകന്റെ പേരാണ് മഥൂശലേഖ്. അപ്പോൾ അവന് പേരിട്ട് മഥൂശലേഖ്. ഇവന്റെ കാലത്തിനു ശേഷം അത് സംഭവിക്കും. വേദപഠിതാക്കൾ പറയുന്നത് മഥൂശലേഖ് മരിച്ച് 1 വർഷം കഴിഞ്ഞപ്പം വെള്ളപ്പൊക്കം ഉണ്ടായെന്ന. ചെല്ല് പറയുന്നത് 1 വർഷമല്ല, മെഥൂശലേഖ് മരിച്ച് പിറ്റേ ദിവസം വെള്ളപ്പൊക്കം ഉണ്ടായെന്ന. നമുക്കറിയാം, വെള്ളപ്പൊക്കം ആരുടെ കാലത്താണ് ഉണ്ടായേ? പിണറായിയുടെ കാലത്തോ? 2018 വെള്ളപ്പൊക്കം ആരുടെ കാലത്ത്? വേദപുസ്തകത്തിലെ കാര്യമാണ് ചോദിച്ചേ. നോഗയുടെ കാലത്ത്. നോഗയ്ക്ക് എത്ര വയസ്സുള്ളപ്പം? ഉറക്കെ പറഞ്ഞോ, ശരിയാ, 600ാമത്തെ വയസ്സില്. നോഗയുടെ 600ാമത്തെ വയസ്സിലാ വെള്ളപ്പൊക്കം. അപ്പൊ കണക്ക് നിങ്ങൾ പഠിക്കണം. മെഥൂശലേഖ് ജനിച്ചപ്പോഴാ പറഞ്ഞ് ഇവന്റെ കാലത്തിന് ശേഷം വെള്ളപ്പൊക്കം. മെഥൂശലേഖിന്റെ ആയുഷ്കാലം ഉറക്കെ പറ, 969. അപ്പം വെള്ളപ്പൊക്കം ആരുടെ കാലത്ത്? നോഗയുടെ കാലത്ത്. നോഗയ്ക്ക് എത്ര വയസ്സുള്ളപ്പം? 600 വയസ്സ്. അപ്പൊ 600 എടുക്കണം. ഹാനോക്കിന്റെ എത്രാമത്തെ വയസ്സിലാണ് മെഥൂശലേഖ് ജനിക്കുന്നത്?
65. അത് കൂട്ടണ്ട. മഥൂശലേഖന്റെ എത്രാമത്തെ വയസ്സിലാ ലാമേക്ക് ജനിക്കുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്. നൂറ്റി 187. ലാമക്കിന്റെ എത്രാമത്തെ വയസ്സിലാ നോഹ ജനിക്കുന്നത്? 182. ആ സഹോദരി സ്ഫുടമായിട്ടും നന്നായിട്ടും പറഞ്ഞു. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ മെഥൂശലേഖിന്റെ 187 വയസ്സിൽ ലാമക്ക് ജനിക്കുന്നു. 187. ലാമക്കിന്റെ 182 വയസ്സിൽ നോഹ ജനിക്കുന്നു. 182. 187 182 കൂട്ട്. ചുമ്മാ ഇരിക്കല്ലയോ, കൂട്ട്. 187 182 7 2 9 8 8 16 6 ഇഷ്ട 1 1 1 2 1 369. നോഹയുടെ എത്രാം വയസ്സ് വെള്ളപ്പൊക്കം? 600. 369 600 ജോസേ 969. മഥൂശലേഖന്റെ ആയുഷ്കാലം 969. നോഹയുടെ 600-ാം വർഷത്തിലെ വെള്ളപ്പൊക്കം. 600 ഇതുകൂടെ ചേർക്കുമ്പോൾ 969 കൃത്യം എന്ന് പറഞ്ഞ മഥൂശലേഖ് മരിച്ചു, വെള്ളപ്പൊക്കം ഉണ്ടായി. ഈ വിഷയം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. അത് കണ്ട് ഹാനോക്ക് പ്രവചിച്ചു 2 പ്രവചനം. 1, ഇവന്റെ ശേഷം വെള്ളപ്പൊക്കം ഉണ്ടാകും. അത് സംഭവിച്ചു. 2, 1000 വിശുദ്ധന്മാരുമായി കർത്താവ് വിധിക്കാൻ വരുന്നു. ഈ 2 കാര്യം ഹാനോക്ക് ആത്മാവിൽ കണ്ട് പ്രവചിച്ചു. പ്രവചിച്ചപ്പം ഹാനോക്ക് ഒരു തീരുമാനമെടുത്തു. 1, ആ വെള്ളപ്പൊക്കത്തിൽ ഞാനും എൻ്റെ തലമുറകളും പെട്ടുപോകരുത്. 2, 1000 വിശുദ്ധന്മാരുമായി വരുന്ന ഗണത്തിൽ ഞാനും കാണണം. അതുകൊണ്ടൊരു തീരുമാനമെടുത്തു. ഇപ്പൊ ഞാൻ 65-ാമത്തെ വയസ്സിലായി ഇവൻ ജനിക്കുന്നത്. ഇനി ഞാൻ ഇതുവരെയൊക്കെ കുടുംബജീവിതവും മറ്റു കാര്യത്തിലൊക്കെ ഏർപ്പെട്ട് ജീവിച്ചു. ഇനി എനിക്ക് അതൊന്നുമല്ല മെയിൻ വിഷയം. ഇനിയുള്ള ശേഷം ഉള്ള ആയുസ് മുഴുവൻ ഞാൻ ദൈവത്തോട് കൂടെ നടക്കും. 300 കൊല്ലം ആമീൻ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. വേദപണ്ഡിതാക്കൾ പറയുന്നത് കൂടെ നടക്കാൻ കാരണം 2 കാരണമാണ് പ്രധാനം. 1, ഭയാനകമായ ജലപ്രളയത്തിൽ പെട്ടുപോകരുത്. 2, 1000 വിശുദ്ധന്മാരുമായി വരുന്ന ഗണത്തിൽ ഞാനും എന്നെ സന്തതിയും കാണണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ആമൻ, നീ നഷ്ടപ്പെട്ടു പോകരുത്, നശിച്ചു പോകരുത്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരാൻ പോകുക. ഭീകരമായ സംഭവങ്ങൾ നടമാടാൻ പോകുക. ഇതിന്റെ നടുവിൽ രക്ഷപ്പെടണമെങ്കിൽ, ഇതിന്റെ നടുവിൽ നീ വിടുതൽ പ്രാപിക്കണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശു കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് നിന്റെ ഹൃദയം കർത്താവിന് കൊടുത്ത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ അക്രമമുള്ള, അനീതിയുള്ള, വഞ്ചനയുള്ള, വിദ്വേഷമുള്ള, വൈരാഗ്യമുള്ള, ഇസങ്ങളുള്ള, നാസിസോ, ബാസിസോ, എത്തിസോ, ബാദിസോ, കമ്മ്യൂണിസോ, ലീഗലിസോ, മോഡേണിസമുള്ള ഈ ദുഷ്ടലോകത്തിൽ അക്രമവും അനീതിയും വഞ്ചനയും വർദ്ധിക്കുന്ന ഈ ലോകത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിനോട് ചേർന്ന് നടന്ന് കർത്താവിനോട് പറ്റി നിന്നാൽ വരുവാനിരിക്കുന്ന ഭീകരമായ ന്യായവധിയിൽ നിന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം രക്ഷിക്കും. ഒരു ചിന്തയും കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. നടക്കാനുള്ളതിൻ്റെ ഒരു കാരണം പുസ്തകത്തിലില്ലെങ്കിൽ ചരിത്രം, യഹൂദ ചരിത്രം പറഞ്ഞത്, ഈ ദൈവത്തോട് കൂടെ നടക്കാൻ ഹാനോക്ക് നടക്കാനുള്ള പ്രധാനപ്പെട്ട വേറൊരു കാരണം ആദാമിൻ്റെ കഥനകഥയാണ്. ഈ ആദാം മക്കളെ എല്ലാം വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞു. കൊച്ചുമക്കളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. പണ്ടൊക്കെ അങ്ങനെ വല്യപ്പന്മാരും ഒക്കെ കൊച്ചുങ്ങളെ അടുത്തിരുത്തി കഥയും കാര്യമൊക്കെ പറയും. ഇപ്പൊ കൊച്ചുങ്ങളെ ഒരെണ്ണത്തിന് കിട്ടാനുമില്ല. എല്ലാവരും താഴോട്ട് നോക്കിയിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. അതല്ല, ഇപ്പൊ എല്ലാവരും കൂടുതൽ പെടലിക്ക് വേദന, എപ്പോഴും കുനിഞ്ഞിരിക്കുക. നിങ്ങളൊരു വീട്ടിൽ ചെന്ന മിണ്ടുന്നില്ലല്ലോ ആരും, എല്ലാവരും താഴോട്ട് നോക്കിയിരിക്കുക. അപ്പൊ ആന പിള്ളേരെ എല്ലാം വിളിച്ചിരുത്തിച്ച് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ദൈവത്തോടു കൂടെ നടക്കണം, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കണം. കൊച്ചുമക്കളോട്, അപ്പച്ച എൻ്റെ മോനെ ദൈവത്തോടു കൂടെ നടന്നാൽ വളരെ സന്തോഷമാണ്. ദാഹമില്ല, വിശപ്പില്ല, ക്ഷീണമില്ല, രോഗമില്ല, ഭയമില്ല, മരണമില്ല, ക്ലേശമില്ല, വിയർപ്പില്ല, മുള്ളില്ല, പറക്കാരയില്ല, ദൈവത്തോടു കൂടെ. അപ്പൊ കൊച്ചുമക്കൾ ഈ ബിരുദന്മാർ ചോദിച്ചു, അപ്പച്ചൻ നടന്നിട്ടുണ്ടോ എന്ന്.
അപ്പൊ ആദാം പറഞ്ഞെന്നാ പറഞ്ഞത്, എൻ്റെ മോനെ നടന്നിട്ടുണ്ടോ എന്ന്. ഉണ്ടോ? പിന്നെ എത്രയോ നാൾ ഞാൻ ദൈവത്തോട് കൂടെ നിങ്ങളുടെ വെല്ലുമ്മച്ചി ഞാൻ നടന്നതാ. അന്നേരം എങ്ങനെയായിരുന്നു അപ്പച്ച? അയ്യോ എന്തോ സന്തോഷം, ആനന്ദം. 5 രൂപയ്ക്ക് തുണി മേടിക്കണ്ടായിരുന്നു, തേജസിൻ്റെ വസ്ത്രം. ഇപ്പോഴാണ് അവർക്ക് ഞാൻ ചുരിദാറെടുത്ത് എൻ്റെ ഊപ്പാട് വരിക, കൊണ്ട് കൊടുത്തിട്ടൊന്നും ബോധിക്കുന്നുമില്ല. ഇതിൽ വേറെ ഇല്ലായിരുന്നു ഒന്നാ, വേറെ തൃപ്തിയാകുന്നില്ലല്ലോ. എന്തെല്ലാം കൊടുത്തിട്ടും തൃപ്തി വരുന്നില്ല. മരണഭീതി, ഭയം, ഭീതി, ഇതെല്ലാം വന്നത് ഇത് നിമിത്തമാണ്. അതുകൊണ്ട് മക്കളെ ഓടിച്ചു പറയാം, ദൈവത്തോടു കൂടെ നടക്കണം. ഞാൻ നടന്നതാ. അന്ന് കഷ്ടതയില്ല, ബുദ്ധിമുട്ടില്ല, ദുരിതമില്ല, ദുഃഖമില്ല. ഇഷ്ടം പോലെ കുടിക്കാൻ നല്ല വെള്ളം, ഫലമൂലാദികൾ ഇഷ്ടം പോലെ കഴിക്കാൻ, രോഗമോ ക്ഷീണമോ ഒന്നുമില്ല. അങ്ങനൊരു ജീവിതം. പക്ഷേ ഗതികേടെന്ന് പറയട്ടെ, പാമ്പ് കയറി വല്യമ്മച്ചിയെ ചതിച്ച് വിലക്കപ്പെട്ട കനി ഭുജിച്ച് തിന്ന് എനിക്കും തിന്ന് ഞങ്ങളെ തോട്ടത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വെളിയിൽ വന്നു. ഇപ്പോഴത്തെ കഷ്ടതയും ദുരിതാണ്ട മുള്ളു കണ്ടോ? അത് നിമിത്തം വന്നതാ. വെട്ടി വിയർക്കുന്ന കണ്ടോ? ഇത് നിമിത്തം വന്നതാ. ഭീതി കണ്ടോ? ഭയം കണ്ടോ? മരണം കണ്ടോ? ഈ മരണമൊക്കെ നടക്കുന്ന കണ്ടോ? ഇത് നിമിത്തം. അതുകൊണ്ടൊരു കാര്യം പറയാം, നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കണം. നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കണം. കൊച്ചുമക്കളിൽ എല്ലാവരും ഒന്നും ഏറ്റെടുത്തില്ല, പക്ഷേ ഹാനോക്ക് ഏറ്റെടുത്തു. ഹാനോക്ക് തീരുമാനിച്ചു, ഞാൻ ദൈവത്തിന്റെ കൂടെ നടക്കാം. അങ്ങനെ 300 കൊല്ലം ഇവൻ ദൈവത്തോട് കൂടെ നടന്നു. ഇനി ഒരു വിടുതലിന്റെ കാര്യം പറഞ്ഞ അത് ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നതാണ്. ഈ ലാമക്ക് തൻ്റെ ഭാര്യമാരെ വീരസ്യം പറഞ്ഞു കേൾപ്പിച്ചു. വീരസ്യം, നമുക്ക് ദൈവം വിടുതൽ തരുമെന്ന് പറയാനാ. ലാമക്ക് തൻ്റെ ഭാര്യമാരോട് വീരസ്യം. അടുത്ത വാക്യം വായിച്ച്, ആ 4-ാം അധ്യായത്തിന്റെ 19-20 മുതൽ വായിച്ചു. 20 മുതൽ വായിച്ച്. ആദാ യാബാലിനെ പ്രസവിച്ചു. അടുത്ത വാക്യം, അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. 21 വായിച്ചോ. അവന്റെ സഹോദരന് യൂബാൽ എന്ന് പേർ. ഇവൻ കിന്നരവും പിതാവായി തീർന്നു. അടുത്ത വാക്യം, സില്ല തൂബൽകൈയിനെ പ്രസവിച്ചു. പിന്നെ അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. അടുത്ത വാക്യം, തൂബൽകൈന്റെ പെങ്കൽ നയമാ. ലാമെക്ക് തന്റെ ഭാര്യമാരോട് ആദയും സില്ലയുമായുള്ളവരെ എന്റെ വാക്ക് കേൾക്കണം. കാരണം വേറെ ആരും കേൾക്കാനില്ല. നിങ്ങളേലും എന്റെ വാക്ക് വേറെ ആരും ഇല്ല കേൾക്കാൻ. ആദയുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ. പിന്നെ ലാമെക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുന്നിട്ട് ഇവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വായിക്കേ. എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെ കൊല്ലും എന്ന് പറഞ്ഞാൽ വിസ്തരിക്കാൻ നേരമില്ല. വേറെ വാക്യവും കൂടെ ചേർത്ത് വിസ്തരിക്കണം. ഒറ്റ വാക്കി പറയാ. ഇവൻ പറയുക, ഒരു യുവാവിനെ ഞാൻ കൊല്ലും, ഒരുത്തനെ വകവരുത്തും. അതിന് കാരണം പറഞ്ഞു, അവൻ എനിക്ക് മുറിവ് വരുത്തി, എനിക്ക് പരിക്ക് വരുത്തി. ആരാണ് യുവാവ്? ചരിത്രം പറയുന്നത് ഇത് മറ്റാരുമല്ല, ഹാനോക്ക. ലാമക്കൊരു തീരുമാനമെടുക്കുക, ഹാനോക്കിനെ കൊല്ലും. കാരണം അവൻ എനിക്ക് മുറിവ് വരുത്തി. എന്തുവാ ഹാനോക്ക് വരുത്തിയ മുറിവ്? അത് യൂദാ പരാമർശിച്ചു. ഭക്തികെട്ട് നടക്കുന്നവർ, ഭക്തികെട്ട പാപികൾ. ഈ ലാമക്ക് ഭക്തികെട്ട് 2 ഭാര്യമാരുമായിട്ട് ഗുണ്ടായിസോ, അവൻ വഴിവിട്ടും പ്രമാണം വിട്ടും ഉപദേശം വിട്ടും അവക്ക് ജീവിക്കുന്ന കാര്യം ഹാനോക്ക് ആത്മാവിൽ പ്രവചിച്ച് കർക്കശമായി ശാസിച്ചു. ഇന്നും അങ്ങനെ തന്നെ. സഭയ്ക്കകത്ത് തീർത്തുപദേശം പറയുന്നവനെ കൊല്ലാൻ നോക്കുകയല്ലേ? അല്ലേ? നിങ്ങളുടെ ദൈവദാസന്മാരാ സഭാചാർജിരിക്കുന്ന ശരിക്ക് സഭയിലൊന്ന് പ്രസംഗിച്ചേ. ട്രാൻസ്ഫറാ, അട്ടപ്പാടി, അല്ലെങ്കിൽ ബേഡെടുക്ക, അല്ലെ ബദിയെടുക്ക, തൃശ്ശൂർ കണ്ടറിൽ നിന്ന് മാറ്റും. ഇവിടെ അധികം ഇരിക്കാമെന്ന് ശരിക്കും ഉപദേശം പറഞ്ഞേ, പ്രമാണമെന്ന് പറഞ്ഞേ, വേദപുസ്തകത്തിന്റെ വേർപാട് ഉപദേശം പ്രസംഗിച്ചേ, നിന്നെ അന്നേരം കൊല്ലാൻ പദ്ധതി കിടും. ഒരുപക്ഷെ അത് മാധ്യമങ്ങളിൽ കൂടിയായിരിക്കും. ഇപ്പൊ പല പല രീതികളിലാണല്ലോ കൊല്ലുന്നത്. അവൻ വടിവാൾ കൊണ്ടല്ല വെട്ടുന്നത്, അല്ലാതെ മൂർച്ചയേറിയ വാക്ക് കൊല്ലും.
ഇത് തന്നെ അന്ന് ലാബക്കും തീരുമാനിച്ചത്. ഇവനെ ഞാൻ കൊല്ലും, ഈ യുവാവിനെ ഞാൻ വകവരുത്തും, ഇവനെ ഞാൻ തീർക്കും. കാരണം ഇവനെനിക്ക് പരിക്കുണ്ടാക്കി, ഇവനെനിക്ക് മുറിവ് വരുത്തി, ഇവനെ ഞാൻ കൊല്ലും. ആത്മീക ലോകത്തും ഇത് തന്നെ നടക്കുന്നത്. നീ ഉപദേശത്തിനും പ്രമാണത്തിനും വേർപാട് ഉപദേശത്തിനും സത്യത്തിനും വേണ്ടി നെവരെ നിന്നാൽ നിന്നെ കൊല്ലാനാണ് ആൾക്കാർ പദ്ധതി കിട്ടുന്നത്. എന്നാൽ ഇന്ന് രാത്രി കൂടപ്പെട്ട ദൈവമക്കളോടൊരു കാര്യം വചനത്തിൽ നിന്ന് പറയാ. ലാമക്ക് തീരുമാനിച്ചു ഹാനോക്കിനെ കൊല്ലും, ഈ യുവാവിനെ ഞാൻ തട്ടും. അവയെ സ്വർഗം അനുവദിച്ചില്ല. ദൈവം തമ്പുരാൻ ഒരു പദ്ധതി കിട്ടു. എടാ, നിന്റെ കയ്യിൽ ഞാൻ ലാമക്കിനെ ഹാനോക്കിനെ തരത്തില്ല. നിനക്ക് കൊല്ലാനും നിനക്ക് കളിക്കാനും നിന്റെ ആ ഇംഗിതത്തിന് ഞാൻ എന്റെ ദാസനെ തരത്തില്ല. കാരണം പറയാ, നീ 2 ഭാര്യമാരും ഗുണ്ടായി സോം കാണിച്ച് നടന്നപ്പോൾ ഇവൻ 300 കൊല്ലം എന്റെ കൂടെ നടന്നവനാ. ദൈവത്തിന്റെ കൂടെ നടക്കുന്ന നിന്നെ ദൈവം തള്ളിക്കളയത്തില്ല. ദൈവത്തോട് കൂടെ നടക്കുന്ന നിനക്ക് ദോഷം വരികയില്ല. ഒരു ദോഷവും തെറ്റാതെ നിന്നെ പരിപാലിക്കും. ഇന്ന് രാത്രി വിടുതലിന്റെ ദൂത് ചിലരോട് പറയാ. ഉപദേശത്തിന് വേണ്ടി നിൽക്ക്, പ്രമാണത്തിന് വേണ്ടി നിൽക്ക്, വേർപാട് ഉപദേശം പറ. പെന്തിക്കോസിന്റെ ഉപദേശം കർക്കശമായി പറ. നിനക്ക് ദോഷം വരികയില്ല. നിന്നെ കൊല്ലുവാനും തകർക്കുവാനും മുടിക്കുവാനും പലരും പദ്ധതിയിടും. പക്ഷേ തന്റെ കുറുപ്രാവിന് ദൈവം ദൂതമൃഗത്തിനെ ഏൽപ്പിക്കത്തില്ല. അനർത്ഥ വശത്തിൽ കൂടാരത്തുള്ളിപ്പിച്ച് തിരുനിവാസത്തിന്റെ മറവ് നിന്നെ മറച്ച് പാറമേൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പറഞ്ഞതിലും സമയം പോയത് കൊണ്ട് അങ്ങ് നിർത്തുക. ബാക്കി ദൈവം അനുവദിച്ചാൽ നാളെ കൂട്ടാലെ പറയാം. ദൈവത്തിന് മകത്ത്. നിങ്ങൾ പ്രാർത്ഥിച്ച് സഹായിച്ചതിന് നന്ദി. ഒത്തിരി ആശ്വാസമുണ്ട്. ഇനിയും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. പ്രധാനപ്പെട്ട ദൂതിത സ്തോത്രം. ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ കൊടുക്കുകയില്ല. ദൈവം നിന്നെ ഈ ദുഷ്ടന്റെ ഇഷ്ടത്തിന് കൊടുക്കത്തില്ല. നീ ദൈവത്തോട് കൂടെ നടക്ക്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് തിരുമേശ കിടത്ത് പ്രാർത്ഥന കഴിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോട് ജീവിച്ച് ലഭിക്കുന്ന അവസരങ്ങൾ ഈ പ്രമാണത്തിന് വേണ്ടി നിലനിന്നാൽ അവൻ ദൈവം നിന്നെ സൂക്ഷിക്കും. ദൈവം നിന്നെ കാക്കും. നിന്റെ സന്തതിക്കും ദോഷം വരികയില്ല. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടിയാട്ടെ. ഞാൻ ഇന്ന് എൻ്റെ വാക്ക് നിർത്തുന്നു. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാ ബഹുമാനരായ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും നന്ദി. നമുക്ക് കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. യേശു വീണ്ടും വരികയാ. ഇവിടെ കയറി വരുവിനെന്ന ദൈവചാർത്തങ്ങൾ അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിൻ അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നു. ഓ യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ മരണം പോൽ നീ ഒരുങ്ങിടുന്നു. വരവിനായി തൻ മരണം പോൽ ഒരുങ്ങിടുന്നു. അമ്പലത്തിൽ ശക്തികൾ ധരിച്ചിടുന്നതോ, അമ്പലപ്പിനാലി ലോകം അലകിടുന്നു. യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി തൻ മരണം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ മരണം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Thank you. Praise the Lord.